പല സൈഡിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ ഉള്ളില് ജഡം ഉണ്ട്, നമ്മുടെ ഉള്ളില് ഫ്ലഷ് ഉണ്ട്. ജഡം തന്നെയാണ് ഫ്ലഷ്. ഇതിനെ എങ്ങനെ ജയിക്കാം, ഇതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ഇതിന്റെ മേലെ എങ്ങനെ ജയിച്ച് ജീവിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ പല ആംഗിളുകളിൽ നിന്നും സ്ട്രെസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിനെ കുറച്ച് പുറത്ത് മാറി അത് തന്നെ ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാം. പിശാജ് നമ്മുടെ ഒരു എതിരാളിയാണോ, അല്ലെങ്കിൽ പിശാജിന് ഇപ്പം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളെ പ്രയാസപ്പെടുത്താൻ പറ്റുമോ? അതില് നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാ? ആർക്കുവാണെങ്കിലും പറയാം. പിശാജ് എങ്ങനെയാണ് ഇപ്പം? പിശാജ് നമ്മുടെ ഒരു എതിരാളിയാണോ, അല്ലെങ്കിൽ പിശാജിന് നമ്മുടെ ഉള്ളില് ഒരു നമ്മൾ പേടിക്കുന്നുണ്ടോ പിശാചിനെ? കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ പിശാചിനെ? ആർക്കും വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. നിങ്ങൾ പറയുന്നത് തെറ്റാണെന്നൊന്നും വിചാരിക്കില്ല. നോ, അത് ഓക്കെ. വേറെ ആർക്കെങ്കിലും പേടിയുണ്ടോ പിശാജ് പേടിക്കണം എന്നൊക്കെ? പേടി എന്ന് പറയുന്നത് പിശാചിന്റെ നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന തന്ത്രങ്ങൾ, ടെംപ്ടേഷൻസ്. അതായത് പലപ്പോഴും നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾ. അപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, കറക്റ്റ്. അത് ഞാൻ എഗ്രി ചെയ്യുന്നു. പിശാച് നമ്മളെ നേരിട്ട് ആക്രമിക്കുമോ ഇപ്പൊ? എന്ത് തോന്നുന്നു? ചെയ്യും. ദൈവത്തിൽ നിന്ന് അകറ്റാൻ. ഓക്കെ, ആ പോയിന്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. പിശാചിന് നമ്മൾ നേരിട്ട് ആക്രമിക്കാൻ പറ്റത്തില്ല. പിശാചിന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് റോമാലേഖനത്തിന്റെ 8:28 തൊട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 8:28 കൊണ്ട് മിക്കവാറും ഇംഗ്ലീഷ് ബൈബിളിലെല്ലാം വി ആർ മോർ ദാൻ കോൺകറേഴ്സ് എന്നാണെന്ന് എഴുതി വെച്ചേക്കണം. നമ്മള് ജയാളികളെക്കാട്ടും വലുതാണെന്നാണ് എഴുതിയേക്കണം. പക്ഷെ അത് വായിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയാലേ നമ്മൾ പറ്റത്തുള്ളൂ. നമ്മൾ ജയാളികളെക്കാട്ടും വലിയ ആൾക്കാരാണെന്ന് പറയുകയും ജയിച്ച ജയാളിയുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്തുള്ള ശത്രുവിനെ കണ്ട് പേടിക്കുവാണെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതിനകത്ത് എന്തോ ദർ ഈസ് സം പ്രോബ്ലം ഇൻ ദാറ്റ്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഒരു കുറച്ച് വാക്യം വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട്. കൊലോസ്യ ലേഖനം, ബുക്ക് ഓഫ് കൊലോഷ്യൻസ്, ചാപ്റ്റർ 2, 13 and 14. കൊലോസ്യ ലേഖനം 2ാം അധ്യായം 13 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എടുത്തിട്ടുണ്ടെങ്കിൽ കൊലോസ്യർ 2:13 തൊട്ട് 15 വരെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വായിച്ചോട്ടെ. ഇംഗ്ലീഷ് വായിച്ചാലും മതി, മലയാളത്തിലാണേലും കുഴപ്പമില്ല. എനിക്ക് കിട്ടി, ഞാൻ എടുത്തോളാം. കൊലോസ്യർ 2:13 തൊട്ട് 15 വരെ. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂസിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഒന്നുകൂടെ വായിക്കാതെ ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പൊ ആദ്യം പറയാണ്, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെ. അപ്പം നമ്മള് അതിക്രമങ്ങളാൽ മരിച്ച ഒരവസ്ഥയിലായിരുന്നു. നമ്മുടെ നമ്മൾ അത് റോമാലേഖനത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മള് വി ബോൺ റാത്ത് ആസ് എ ചിൽഡ്രൻ ഓഫ് റാത്ത്, കോപത്തിന്റെ മക്കളായിട്ടാണ് നമ്മൾ ജനിച്ചത്. അപ്പൊ അതിക്രമങ്ങളിൽ നമ്മൾ മരിച്ചവരായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന നിങ്ങളെ അവനോടുകൂടെ, ക്രിസ്തുയേശുവിനോടുകൂടെ നമ്മളെയും ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ചു. അപ്പൊ ഇനി ഒന്നുകൂടെ ഞാൻ പറയാം.
നമ്മൾ അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്നു, അതിൽ നിന്ന് കർത്താവ് നമ്മളെ ജീവിപ്പിച്ചു. അപ്പൊ ആ അതിക്രമങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു കോർട്ടിൽ ചെല്ലും, ഒരു കോടതിയിൽ ചെല്ലുമ്പോൾ അവിടെ ജഡ്ജ് അല്ലെങ്കിൽ ഒരു കോടതിയിൽ അഡ്വക്കേറ്റ് പറയും ഇന്ന ഇന്ന കാരണങ്ങൾ, IPC ഇന്ന ഇന്ന കാരണങ്ങളാലാണ് ഇവനെ ശിക്ഷിക്കുന്നത്. അപ്പം ആ കാരണങ്ങൾ അല്ലെങ്കിൽ ആ തെറ്റ് നമ്മൾ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ശിക്ഷിക്കപ്പെടേണ്ടത്. പക്ഷെ ഇവിടെ പറയാണ് നമ്മള് മരിച്ച അവസ്ഥയിൽ നിൽക്കുമ്പോൾ യേശു കർത്താവ് ആ ശിക്ഷ മുഴുവനും ഏറ്റുവാങ്ങി. യേശു കർത്താവ് അതിന്റെ മുഴുവനും കോൺസിക്വൻസും ഏറ്റുവാങ്ങിയിട്ട് നമ്മളെ ഫ്രീ ആക്കി വിട്ടു. അപ്പം ചട്ടങ്ങളാൽ നമുക്ക് വിരോധമാണ്. ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണങ്ങളാൽ, പഴയ നിയമത്തിന്റെ പ്രമാണങ്ങളാൽ നമുക്ക് വിരോധമായിരുന്നു, നമുക്ക് എതിരെ നിന്നിരുന്നു, നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റാതെ പിടിച്ചു നിർത്തിയിരിക്കുന്ന സകലത്തിനെയും കർത്താവ് നമ്മുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാൻ ഇനി ഒന്നുകൂടെ പറയാം. നമ്മുടെ പോക്കറ്റിൽ ഒരു ഉണക്കമീൻ ഇട്ടിട്ട് നമ്മൾ നടന്നാൽ പൂച്ച നമ്മുടെ പുറകെ വരത്തില്ലേ? വരും. പൂച്ചയ്ക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എൻ്റെ കൈ എത്ര കഴുകിയാലും, ഞാൻ എൻ്റെ വസ്ത്രൂരി എത്ര കുളിച്ചാലും പോക്കറ്റില് ഉണക്കമീൻ ഉള്ളിടത്തോളം പൂച്ച വരും. ഇതാണ് സെയിം പിശാചിന്റെ കാര്യം. നമ്മള് അതിക്രമങ്ങൾ നമ്മളിൽ ഉള്ളിടത്തോളം കാലം പിശാച് നമ്മുടെ പുറകെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ യേശു എന്താ ചെയ്തത്? യേശു ചെയ്തത് ഇത് മുഴുവനും നീക്കി നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റി, ഇത് മുഴുവനും ക്രൂശിൽ കൊണ്ടുപോയി തറച്ചു, നമ്മളെ ജയാളികളാക്കി, നമ്മുടെ എല്ലാ പ്രശ്നത്തിൽ നിന്നും നമ്മളെ മാറ്റി. ഇനിയാണ് അടുത്ത ചോദ്യം. അങ്ങനെ ഇപ്പൊ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ആ ഉണക്കമീൻ കളഞ്ഞാൽ പിന്നെ പൂച്ച വരൂ? പൂച്ച വരത്തില്ല. പിശാചിന് പിന്നെ വരാൻ വകുപ്പില്ല. പിശാച് പിന്നെ വന്നാലും നമ്മൾ നീതിമാന്മാരായതുകൊണ്ട് നമ്മളെ കയറി പിടിക്കാൻ അവന് പറ്റത്തില്ല. അപ്പൊ ഞാൻ ഈ താഴത്തോട്ട് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിഫൈ കിട്ടും. അതിനകത്ത് കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇനിയാണ് അടുത്തത്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. അതെന്തിനാ ഈ പരസ്യ കാഴ്ചയാക്കിയത്? വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒത്തിരി പിശാചുകളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ഇവന്മാര് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്നും പറഞ്ഞ് ഓടി നടക്കുക. ഈ പിശാചിന്റെ കയ്യിലാണ് ഈ സർവ്വലോകം, അവന്റെ കയ്യിലാണ്. പക്ഷേ നമ്മുടെ മേൽ ഇവന് തൊടാൻ പറ്റത്തില്ല, നമ്മളെ ഇവന് തൊടാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്റെ അതിക്രമങ്ങൾ കർത്താവ് മായ്ച്ചു കളഞ്ഞതുകൊണ്ട് പിന്നെ ഇവന് എന്റെ മേൽ അധികാരമില്ല. ഞാൻ ഇനി പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറയാം. ഈ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ അവിടുന്ന് വരുമ്പോ ഫറവോന് ചെങ്കടൽ കടക്കുന്നതിന് മുമ്പ് വരെ ഇവരെ പിടിക്കാമായിരുന്നു, ഇവരെ കീഴ്പ്പെടുത്താമായിരുന്നു. പക്ഷെ ചെങ്കടൽ കഴിഞ്ഞപ്പോൾ ഫറവോന്റെ കാര്യം അവിടെ അവസാനിച്ചു. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ശത്രുക്കളുണ്ടോ? ശത്രുക്കളില്ല അവർക്ക് പിന്നെ. പക്ഷെ അവിടെ അവർക്ക് പ്രശ്നം ഉണ്ടായി. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. അപ്പം പരസ്യ കാഴ്ച. അപ്പൊ ക്രൂശില് നമ്മൾ നോക്കുമ്പോ ഈ വാഴ്ചകളെ അധികാരങ്ങളെയും പരസ്യമായിട്ട് കർത്താവ് തോപ്പിച്ച് അവരെ പരസ്യ കാഴ്ചയായിട്ട് നിർത്തിയേക്കുക. ഇംഗ്ലീഷിൽ പറയാണ് പബ്ലിക് ഡിസ്ഗ്രേസ് അവിടെ നിർത്തിയിരിക്കുക. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ പോരാട്ടം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഈ ക്രൂശിലോട്ട് നോക്കണം നമ്മൾ. എന്നിട്ട് നമ്മൾ പറയണം, ദേ നിന്നെ തോപ്പിച്ച് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുക, കളി വേണ്ട എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഇതിനെ എങ്ങനെ എതിർക്കണം പിശാചിനെ എന്ന് ഞാൻ പറയാം. യാക്കോബിന്റെ ലേഖനം, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4:7. യാക്കോബ് 4:7 ഒന്ന് വായിക്കാം നമുക്ക്. ഞാൻ എടുക്കാം. യാക്കോബ് 4:7 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അല്ല, 7 മുമ്പ് ഓക്കെ. യാക്കോബിന്റെ 7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുക, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വളരെ സിമ്പിളാ. നമ്മൾ ദൈവത്തിന് കീഴടങ്ങി നിൽക്കുകയും
പിശാചിനോട് റെസിസ്റ്റ് ചെയ്യണം, എതിർത്ത് നിൽക്കണം. അപ്പൊ എന്ത് പറ്റും? പുള്ളി ഓടിപ്പോകും. പിശാചിനോട് എങ്ങനെ റെസിസ്റ്റ് ചെയ്യേണ്ടത്? അല്ല, എന്തിനാണ് പിശാചിനോട് റെസിസ്റ്റ് ചെയ്യേണ്ടത്? അവിടെയാണ് നമ്മൾ ഈ റോമാലേഖനം തമ്മിൽ കൂട്ടി പഠിക്കേണ്ടത്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഫോണിൽ ഒരു സിം കാർഡ് ഉണ്ട്, അല്ലെ? ജിയോയുടെയോ എയർടെലിന്റെയോ എന്താണെങ്കിലും. ആ സിം കാർഡ് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഡാറ്റ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തുള്ള ടവറിൽ നിന്ന് സിഗ്നൽ പിടിക്കും. ശരിയാണല്ലോ? ഓക്കെ. പക്ഷെ ഈ സിം കാർഡ് നമ്മൾ ഊരി മാറ്റോ, ഈ ഡാറ്റ ഓഫ് ചെയ്തോ, അല്ലെങ്കിൽ എയറോപ്ലെയിൻ മോഡിലോ ഇട്ട് കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തിലുള്ള സിഗ്നൽ ഇതിനകത്തോട്ട് വരത്തില്ല, ഇതിനകത്ത് പിടിക്കാൻ പറ്റത്തില്ല. ഈ സെയിം സാധനം തന്നെയാണ് കർത്താവ് നമ്മുടെ എല്ലാ പാപങ്ങൾക്കും വേണ്ടി മരിച്ചു. നമ്മുടെ എല്ലാ അതിക്രമങ്ങളും ചട്ടങ്ങളും ആയി വിരോധമായിട്ട് നിന്നതിനെ മാറ്റി. എങ്കിലും നമ്മുടെ ഉള്ളിൽ ഈ ജഡം കിടപ്പുണ്ട്. അതാണ് ഈ സിം കാർഡ് എന്ന് ഞാൻ പറഞ്ഞത്. ഈ സാധനം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ വളരെ ക്ലിയർ ആണ്. ഈ ഉള്ളിൽ കിടക്കുന്ന സാധനം ഇവിടെ കിടന്ന് മോഹിക്കും പലതും കാണുമ്പോൾ. ഈ മോഹം ഗർഭം ധരിച്ച് അത് പിന്നെ പാപത്തിലോട്ട് പോകും. പല ടെംപ്ടേഷനുകളും എല്ലാം ഈ അകത്തത് ആണ് തുടങ്ങണത്. പിന്നീട് അത് പാപത്തിലോട്ട് പോകും. പിന്നെ ഈ പിശാചിന് കയറി ഇടപെടാനുള്ള ഒരു ഗ്യാപ്പ് ഈ പുള്ളി തന്നെ ഒരുക്കി കൊടുക്കും. ഏത് പുള്ളി? നമ്മളിലുള്ള നമ്മുടെ ജഡം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് എല്ലാത്തിലും ജയം തന്നു. ഈ ജഡം നമ്മളായിട്ട് ജയിക്കണം. അവിടെയാണ് റോമാലേഖനം 8 അധ്യായം കൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഈ ജഡത്തിനെയും നമുക്ക് ജയിക്കാനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട്. അതാണ് അവിടെ കൊണ്ട് അവസാനം. ഞാൻ അങ്ങോട്ട് വരാം. അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സാധനം ഭയങ്കര അപകടകാരിയാണ്. ഈ സാധനത്തിന് ഈ ലോകത്തോടാണ് ഇഷ്ടം. ഈ സാധനമാണ് നമ്മളെ എപ്പോഴും മടുപ്പിക്കുന്നത്. എപ്പോഴും നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യിപ്പിക്കും. ഓ, അവന് നോക്ക്, അവൻ അത് ചെയ്ത്, അവൻ ഇത് ചെയ്ത്, ഇത് ചെയ്ത്, ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ നേരെ നിരാശയിലാവും. എനിക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ വയ്യ, ബൈബിൾ വായിക്കാൻ വയ്യ. അതേസമയം ഈ ജഡം തന്നെ നമ്മളെ ചിലപ്പോൾ നിഗളിയാക്കും. ഞാൻ എന്തോ സംഭവമാണ്, എന്നെ പോലെ വേറെ ആരുമില്ല, ഞാനൊരു വലിയ പ്രസ്ഥാനമാണെന്ന് നമ്മളെ നിഗളിയാക്കും. നമ്മൾ താഴ്മയിലേക്ക് നടത്തത്തില്ല. അപ്പൊ പല രീതിയിൽ ലോകത്തിന്റെ മോഹം കൊണ്ടുവരും. പിന്നെ ചില സമയം കർത്താവ് നമുക്ക് ചില കഷ്ടങ്ങൾ തരുമ്പോൾ ഈ ജഡത്തിന് മെരിക്കാനായിട്ട് ചില കഷ്ടങ്ങൾ തരുമ്പോൾ ജഡത്തിന് ഇഷ്ടപ്പെടത്തില്ല. ജഡം ഉടനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് പറയും, അയ്യോ കഷ്ടങ്ങളൊന്നും നമുക്കുള്ളതല്ല, അത് നമുക്ക് വരാൻ പാടില്ല. അപ്പൊ തന്നെ 1-2 പ്രവാചകന്മാരെ ഇങ്ങോട്ട് വിടും. ആ പ്രവാചകന്മാർ നേരെ തിരിച്ചും പറയും. നമ്മൾ പിന്നെയും കൺഫ്യൂഷനിലാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മുടെ സൈഡിൽ ഇരിക്കുകയും നമ്മൾ അത് പ്രമാണിക്കാതെ ജഡത്തിന്റെ ഇഷ്ടപ്രകാരം ലോകത്തിലെ ആൾക്കാർ പറയുകയും അയലക്കാർ പറയുകയും മറ്റുള്ളവർ പറയുകയും ചെയ്ത് ജഡത്തിനെ പ്രസാദിപ്പിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. ജോല ചോദിച്ചോ? അച്ഛാ, ഈ പ്രവചനത്തെ തുച്ഛീകരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഞാനത് ക്ലിയർ ആക്കി തരാം. എല്ലാ പ്രവചനങ്ങളും നമുക്ക് ഏറ്റെടുക്കാം. ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലേ, പ്രവചനം ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ സംഭവിക്കും. ഞാൻ ഒറ്റ പ്രവചനവും തുച്ഛീകരിക്കാറില്ല. ഒറ്റ പ്രവചനവും ഞാൻ തുച്ഛീകരിക്കാറില്ല. എന്റെ ജീവിതത്തില് എന്റെ സ്പിരിച്വൽ ലൈഫിന് വേണ്ട ചേഞ്ചസ് വരുത്തേണ്ട പ്രവചനങ്ങൾ ഞാൻ വളരെ ചുരുക്കം കേട്ടിട്ടുള്ളൂ, വളരെ ചുരുക്കം. അങ്ങനെയുള്ള പ്രവചനങ്ങൾ ഞാൻ ഏറ്റെടുക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യും, പ്രയോജനപ്പെടുത്തും. അതല്ലാതെ വരുന്ന പ്രവചനങ്ങൾ അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ, അത് നടക്കട്ടെ. നടന്നില്ലെങ്കിൽ നടക്കണ്ട, നടക്കുവാണെങ്കിൽ നടക്കട്ടെ. ഒരു ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും അതിൻ്റെ അകത്ത്. ഞാനൊരു 2-3 കൊല്ലം മുമ്പ് ഞാൻ നാട്ടിൽ നിൽക്കുക. ഞാനൊരു 2000 തൊട്ട് 2020 തൊട്ട് 2022 വരെ ഞാൻ നാട്ടിലായിരുന്നു. 2022 പകുതി ലാസ്റ്റ് ആയപ്പോഴും ഞാൻ നോർവേയിലോട്ട് വന്നത്. അപ്പൊ ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു പ്രവാചകി എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു. ഇപ്പൊ എന്റെ അനിയൻ വിദേശത്താണ്. പ്രവാചകി വന്നിട്ട് പറഞ്ഞു, അനിയനും ഉണ്ട്, ഞാനും ഉണ്ട്, ഫാമിലി ആയിട്ടിരിക്കും. പ്രവാചകി വന്നിട്ട് പറഞ്ഞു,
വിൽസൺ, നീ സുവിശേഷ വേലയിലായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. നിന്റെ മുമ്പിൽ ഇനി ജോലി ഒന്നും ചെയ്യേണ്ട വരത്തില്ല. നീ സുവിശേഷ വേലയായിരിക്കും. നിന്റെ ജീവിതം ഇച്ചിരി കഷ്ടത്തിലൂടെ പ്രയാസത്തിലൂടെ ആയിരിക്കും, പക്ഷെ ദൈവം നന്നായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ അനിയനോട് പറഞ്ഞു, നീ ഇനി ജോലി ചെയ്ത് ജീവിക്കണം, നീ മാന്യമായിട്ട് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം, നീ വേണം ചേട്ടന്റെ മിനിസ്ട്രിക്ക് സപ്പോർട്ട് ചെയ്യാൻ, നീ ഇനി അങ്ങോട്ട് ജോലിയായിട്ടായിരിക്കും ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോ എനിക്ക് നോർവേയിലേക്ക് വരേണ്ടി വന്നു. എനിക്ക് ഇവിടുന്ന് ഒരു ജോലി കിട്ടി. ഇപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ആ പ്രവാചകി പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഇവിടുത്തെ ഈ പരിപാടി ഏറ്റെടുക്കത്തില്ല, ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. കാരണം ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ നാട്ടിൽ നിന്നേനെ. പക്ഷെ ആ ഒരു പ്രവാചിക്കാട്ടും ഉപരിയായിട്ട് ദൈവം ബൈബിളിലൂടെ എന്നോട് സംസാരിക്കുക, എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുക, എന്നോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി അടുത്തതും കൂടെ ഞാൻ പറയാം. 6 മാസം കഴിഞ്ഞു എൻ്റെ അനിയന്റെ ജോലി പോയി. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അനിയൻ നാട്ടിൽ നിൽപ്പുണ്ട്. ഇപ്പൊ നേരെ തിരിച്ച, ആ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റാ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയൽ ആയിട്ടുള്ള ജീവിതത്തില് ആത്മീയമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം ആരെങ്കിലും പറഞ്ഞാൽ, അത് ആരും ആയിക്കോട്ടെ, അത് അതിന്റെ വഴിക്ക് ഞാനങ്ങ് വിടും. നടക്കുവാണെങ്കിൽ നടക്കട്ടെ, ദൈവഹിതം അതിനകത്ത് സംഭവിക്കട്ടെ. ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. സ്പിരിച്വലി കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കും, ഞാനത് ചെയ്യും. എന്റെ മുഖത്തൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നീ ഫോൺ ഉപയോഗം വളരെ കൂടുതലാണ്. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, അത് മാറ്റണം. ഞാനത് ഓക്കെ, ഞാനത് എഗ്രി ചെയ്യുന്നു, ഞാനത് ചെയ്യാം. അപ്പൊ ഈ 2 കാര്യങ്ങളും നമ്മൾ ഡിസേൺ ചെയ്യണം, വിവേചിക്കണം. നമ്മൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തു പോകാൻ ഇടയാകും. ഇതുപോലെ ക്ലിയർ ആണോ ആ കാര്യത്തിനകത്ത്? അത് ക്ലിയർ ആണെങ്കിലും ഇപ്പോ കുറെ നാളായിട്ട് ഈ പ്രവാചകന്മാര് പറയുന്നുണ്ട്, വലിയ വെള്ളപ്പൊക്കം വരുന്നു, ഡാം പൊട്ടി, വെള്ളം വരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പോ ആ പ്രവചനം നടക്കണോ അതോ പ്രവചനം നടക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണോ? എനിക്ക് നമ്മള് മനസ്സിലാവാതെ വളരെ ക്ലിയർ ആയിട്ട് പറയാം, പ്രവാചകൻ ദൈവസഭയുടെ കാര്യം മാത്രം പ്രവചിച്ചാൽ മതി. ലോകത്തിൽ എന്ത് നടക്കുന്നു എന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബൈബിളിൽ അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നീ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. പിന്നെ ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അത് നമ്മുടെ കടമയാണ്. അത് വെള്ളപ്പൊക്കം ഉണ്ടാവാനല്ല, ആ ദേശത്തിൽ ജനം രക്ഷിക്കപ്പെടാൻ വേണ്ടി. വെള്ളപ്പൊക്കം വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊന്നും ബൈബിളൊന്നും പറയുന്നൊന്നുമില്ല. ആൾക്കാർ പറഞ്ഞോട്ടെ, ഇഷ്ടം പോലെ പ്രവാചകന്മാരുണ്ട്, അവരുടെ പുറകെ പോകുന്നവരുണ്ട്, അതെല്ലാം ഉണ്ട്. ഒരു സഭയുടെ എന്താണ് പറയുക, സഭയുടെ ആത്മീയത വർധനയ്ക്ക് വേണ്ടി പ്രവചനം കർത്താവ് ചിലപ്പോൾ പറയും സഭയിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നോ പ്രോബ്ലം, അതൊന്നും വിഷയമൊന്നുമല്ല. ബാക്കി ആ വഴിക്ക് വിട്ടേര്. പിന്നെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ താമസിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന പല സ്ഥലത്ത് വേണ്ടി പ്രശ്നം ഉണ്ടാവും, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് ബൈബിൾ വളരെ കൃത്യമായി അന്ത്യനാളിൽ എന്ത് സംഭവിക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ ദിവ്യാഗ്രഹികളാകും, പിന്നെന്താണ്, വമ്പ് പറയുന്നവരാകും, സ്വയപ്രശംസക്കാരാകും. അത് എഴുതി വെച്ചിരിക്കുക. അത് സംഭവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിലായിക്കോണം, ഇത് അതിന്റെ ടൈമായി. ഇപ്പൊ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുക, മുമ്പിൽ വരുന്ന ആരോടും സുവിശേഷം അറിയിക്കുക, ഭംഗിയായിട്ട് അത് ചെയ്യുക, അതിനൊരു തടസ്സം ഉണ്ടാക്കരുത്. വേറെ ഇതിനകത്തൊന്നും ഫോക്കസ് മാറ്റി നമ്മുടെ ശ്രദ്ധ മാറിപ്പോകരുത്. ഓക്കെ ശിവല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്, പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറയുന്നത്, അവൻ ടെംപ്ടേഷൻ കൊണ്ടുവന്ന് ഇടും നമ്മുടെ മനസ്സിലോട്ട്. അതായത് ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. എനിക്ക് 2 കുഞ്ഞുങ്ങളായപ്പോൾ ഞാൻ UK നാട്ടിലോട്ട് വന്നു. 5 പൈസ സേവിങ്സ് ഇല്ലാതെ വന്നു. ഇതിൻ്റെ അകത്ത് ഇപ്പം എനിക്ക് തോന്നണ ഓക്കെ അഖിലിന് മാത്രം അറിയാം ഞാൻ അവിടെ നാട്ടിലായിരുന്നു. 2 കൊല്ലം ഞാൻ നാട്ടിലായിരുന്നു, 2 കുഞ്ഞുങ്ങളും ഭാര്യ എല്ലാവരും ഉണ്ട്. ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, ഇതാണ് ടെംപ്ടേഷൻ എന്ന് പറയുന്നത്, ഇതാണ് നമ്മൾ പേടിപ്പിക്കും. കസിന്മാര്, അങ്കിൾമാര്, ചർച്ചിലുള്ളവരവരെ ചോദിക്കുന്നു, മോനെ ജോലിക്കൊന്നും പോകണ്ടേ, പിള്ളേരുടെ കാര്യം നോക്കണ്ടേ, മൂത്തത് പെങ്കൊച്ചാ നോക്കണ്ടേ. ഈ ചുമ്മാ വെറുതെ വഴി പോകുമ്പോ അവരാരും എനിക്ക് ചെലവിൽ തന്നിട്ടല്ല ഞാൻ ജീവിക്കണം. അവർക്കൊരു കൺസേൺ ഉണ്ട്. അപ്പൊ എന്താ പറ്റുന്നതെന്നറിയോ?
ഇതൊരു 10 പേര് ഇത് ചോദിച്ചു കഴിയുമ്പോൾ എന്റെ മനസ്സ് പിടയ്ക്കാൻ തുടങ്ങും. അയ്യോ, ഞാൻ എങ്ങനെ ജീവിക്കും? ശരിയാണല്ലോ ഈ പറയുന്നത്. എന്നാലും എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല അവരാ പറഞ്ഞത്. ഞാൻ എങ്ങനെ ജീവിക്കും? ഓഹ്, ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ മാറി ചിന്തിക്കണം, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ സാധനം വരും. ഇത് എവിടെന്നാ പറഞ്ഞ? ഇത് എന്റെ ജഡത്തിൽ നിന്നാ പറഞ്ഞത്. ഈ ജഡത്തിന് എങ്ങനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്തത്? പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഓരോ സംസാരം കാരണം. അപ്പം അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ പിള്ളേരുടെ സൗണ്ട് കേൾക്കാവോ നിങ്ങൾക്ക്? അത് ഞാൻ പറയണോ നിർത്താനായിട്ട്? കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ പല മുഖാന്തരങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലെ ഈ ജഡത്തിനെ ഇവൻ കിടന്ന് വിറപ്പിക്കും. അപ്പൊ നമുക്ക് എവിടുന്ന് ഇതിന് ഉറപ്പ് കിട്ടുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ വചനത്തിൽ നിന്നാണ്. വചനം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, മുമ്പേ എന്റെ രാജ്യവും നീതി അന്വേഷിക്കും, അതോടുകൂടി ഇതെല്ലാം ഞാൻ നിനക്ക് തരും. ഞാൻ എന്റെ കർത്താവിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിയ ഒരാളാണ്. ഒരാളും എന്റെ അടുത്ത് പറഞ്ഞില്ല, ഒരൊറ്റ ഒരാൾ എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞില്ല നീ സുവിശേഷകനാണ്. നോ, ഒരാളും പറഞ്ഞിട്ടില്ല. എന്റെ ബൈബിള് ഞാൻ വായിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരാളാണോ, ഞാൻ സുവിശേഷ വേല ചെയ്തിരിക്കണം. അതിന് വേറെ ഒരു എക്സ്ക്യൂസും ഇല്ല അതിൻ്റെ അകത്ത്. ഞാൻ ജോലി ചെയ്യുന്നുണ്ടോ, ഞാൻ ജീവിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരുത്തൻ സുവിശേഷ വേല ചെയ്തിരിക്കണം, മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞിരിക്കണം. അതിന് ഒരു കോംപ്രമൈസും ഇല്ല. ഞാൻ അതിന്റെ കൂട്ടത്തിലൊന്ന് പറയാം. സുവിശേഷം ഇപ്പൊ അറിയിക്കുന്നത് വേറൊരുത്തിനൊരു പ്രാർത്ഥന വിഷയം ഉണ്ടാവുമ്പോഴാണ്. അവനെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാനും പ്രാർത്ഥിക്കാ ബ്രദറെ, പ്രാർത്ഥന വിടുതലുണ്ടെങ്കിൽ യേശുവിനെ കുറിച്ച് പറയും. നോ, തെറ്റാണ്. അങ്ങനെയല്ല സുവിശേഷം അറിയിക്കേണ്ടത്. അവനൊരു എന്തെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുക, ദൈവം സൗഖ്യമാക്കും. സുവിശേഷത്തിന്റെ മാർഗമല്ല അത്. ഒരുത്തന്റെ പട്ടിണിയും ഒരുത്തന്റെ ദാരിദ്ര്യവും അല്ല നമ്മൾ സുവിശേഷം അറിയിക്കേണ്ട അവസരം. അപ്പോഴല്ല യോഹന്നാന്റെ ലേഖനം കൊണ്ടേ കൊടുക്കണ്ടേ. ഒരു പൊതി ചോറും യോഹന്നാന്റെ ലേഖനം. നാണാവില്ല ഇതൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെയല്ല ചെയ്യണ്ടേ. ഒരുത്തന്റെ അടുത്ത് നേരിട്ട് മുഖത്ത് നോക്കിയിട്ട് പറയണം, നീ നല്ലവനാണോ ചീത്തവനാണോ, നിനക്ക് എന്ത് തോന്നുന്നു? അപ്പൊ അവൻ പറയും ഞാൻ നല്ലവനാ. ഓക്കെ, നീ നല്ലവനാണെന്ന് പറഞ്ഞ് എന്ത് അടിസ്ഥാനത്തിലാ? അപ്പൊ അവൻ കുറേ കാരണങ്ങൾ പറയും. ഞാൻ 100 പേർക്ക് കരി കൊടുക്കുന്നു, ഞാൻ ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുന്നു, അങ്ങനെയെല്ലാം പറയും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് അവന്റെ അടുത്ത് പറ, 10 കൽപ്പന എടുത്ത് അങ്ങോട്ട് വെക്ക്. എന്നിട്ട് 1-ാമത്തെ കൽപ്പന അങ്ങോട്ട് വായിക്കേ. നീ ദൈവത്തിന്റെ നാമം വ്രതം എടുക്കുന്നുണ്ടോ? എന്തോ ഈ ദൈവത്തിന്റെ നാമം വ്രതം എടുക്കുന്നു പറഞ്ഞ സിമ്പിളാ. എന്റെ ദൈവമേ എന്ന് വിളിക്കാറുണ്ടോ? അതിനെയാ ഓ മൈ ഗോഡ് എന്ന് പറയാറുണ്ടോ? പിന്നെ അടുത്തത് പറ, നീ വേറെ വിഗ്രഹങ്ങൾ ആരാധിക്കാറുണ്ടോ? നീ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ 10 കൽപ്പന എടുത്തിട്ട് 4-ാമത്തെ കൽപ്പനയൊക്കെ വരണതിന് മുമ്പ് അവൻ സമ്മതിക്കും ഞാൻ തെറ്റാണ്. സിമ്പിൾ ആയിട്ട് അവന്റെ അടുത്ത് പറഞ്ഞാൽ മതി. എടാ, സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്റ്റാൻഡേർഡാണ് ഞാനിപ്പോ വായിച്ചു കേൾപ്പിച്ചത്. ഈ സ്റ്റാൻഡേർഡ് നീ ലംഘിക്കുന്നുണ്ടെങ്കിൽ നീ വേറെ എന്തൊക്കെ ചെയ്താലും നീ തെറ്റുകാരനാണ്. അപ്പൊ പറയാം, അയ്യോ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. എടാ, നീ ഒരു പെണ്ണിനെ കയറി റേപ്പ് ചെയ്തിട്ട് കോടതി നിന്നെ ശിക്ഷിക്കാൻ കൊണ്ടുപോകാം. അപ്പൊ കോടതിയുടെ അടുത്ത് നീ പറയുവാണ്, കോടതി ഞാൻ 100 കുഞ്ഞുങ്ങൾക്ക് വിവാഹത്തിന് വേണ്ടി പണം കൊടുത്തിട്ടുണ്ട്, ഞാൻ 1000 പേർക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ കോടതി ഒഴിവാക്കും? കോടതി ഒഴിവാക്കത്തില്ല. റേപ്പ് കേസ്, അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. ഇതേ കാര്യം തന്നെയാണ് അവന്റെ അടുത്ത് പറയേണ്ടത്. മോനെ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഇതാണ്. ഈ സ്റ്റാൻഡേർഡ് പ്രകാരം നീ നല്ലവനല്ല. നീ ഇന്ന് മരിച്ചാൽ നീ നരകത്തിൽ പോകും. അവൻ പേടിക്കും. ഒന്നല്ലെങ്കിൽ നിങ്ങളെ മുഖത്തിട്ട് അടിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഇറക്കി വിടും. അല്ലെങ്കിൽ അവൻ മുന്നോട്ട് വന്നിട്ട് പറയും, ശരിയാ ബ്രദറെ, ഞാൻ ഇനി എന്ത് ചെയ്യണം? അപ്പൊ പറ സുവിശേഷം. അവന്റെ അടുത്ത് പറ, എനിക്ക് നിന്റെ അടുത്തൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. നീ ഇതിനകത്തൊന്നും പ്രശ്നമുണ്ട്. നമുക്ക് വേണ്ടി ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നി എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. ഈ പാപത്തിന്റെ പരിഹാരമായിട്ട് നീ കർത്താവിൽ വിശ്വസിച്ചാൽ മതി. സിമ്പിളാ, വളരെ സിമ്പിളാ. അടുത്ത ചെയ്യേണ്ട, നിന്റെ ചർച്ചിലോട്ട് അവനെ വിളിക്കുക, അല്ലെങ്കിൽ നിന്റെ വീട്ടില് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവനെ വിളിക്കുക. അവൻ വരുമ്പോ പ്രാർത്ഥിച്ചിട്ട് നീ ബൈബിൾ പഠിപ്പിക്കുക. ഇതല്ലേ ചെയ്യണ്ടേ. അല്ലാതെ ചർച്ചിലെ പാസ്റ്റർ ചെയ്യും, മൂപ്പന്മാര് ചെയ്യുമെന്നും പറഞ്ഞ് നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നീ രക്ഷിക്കപ്പെട്ട ഒരാളാണോ, നീ സുവിശേഷ വേല ചെയ്തിരിക്കണം. ഒരു കോംപ്രമൈസും ഇല്ല അതിൻ്റെ അകത്ത്. ഈ കാര്യം എനിക്ക് മനസ്സിലായപ്പോ ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ സുവിശേഷ വേല ചെയ്യും.
എനിക്ക് ജോലി ഉണ്ടെങ്കിൽ ജോലിയോടുകൂടെ ചെയ്യും, ജോലി ഇല്ലെങ്കിൽ ഫുൾ ടൈം ഞാൻ ചെയ്യും. ഇത്രേ ഉള്ളൂ. എന്റെ സിമ്പിൾ ആണത്. ഞാൻ പറഞ്ഞത് ഞാൻ നോർവേയിലോട്ട് വന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം, ഞാൻ അതാ പറഞ്ഞ അഖിലിന് ഈ കാര്യം അറിയാം. ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഫോമും കൊടുത്തിട്ടില്ല, ഒരു സ്ഥലത്തും അപ്ലൈ ചെയ്തിട്ടില്ല. ആ കമ്പനി എന്നെ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചു. അപ്പൊ അതെങ്ങനെയാ ബ്രദറെ? ഞാൻ മുമ്പേ വർക്ക് ചെയ്ത കമ്പനിയാണ്, അതുകൊണ്ടാണ് അവർ നേരിട്ട് വിളിച്ചത്. ഇത് ഇന്നൊരു സ്ഥലമുണ്ട്, ഇന്ന സ്ഥലത്ത് നീ വരാൻ താല്പര്യം, ഞാൻ വരാം. അങ്ങനെ കിട്ടിയത്. അല്ല ഞാൻ പുറകെ നടന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചൊന്നുമല്ല. ഇന്നിപ്പൊ ഞാൻ ഇവിടുന്ന് സംസാരിക്കാം നോർവേയിൽ വന്നു, ഇന്ന് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ എനിക്ക് ഒരു ദുഃഖവും ഇല്ല. ഞാൻ നേരെ നാട്ടിൽ വരും, ചെയ്ത പണി പിന്നെ അന്തസ്സായിട്ട് ചെയ്യും. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇത് തന്നെ ചെയ്യണം. അപ്പം ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സുവിശേഷ കർത്താവിനെ കണ്ട എടാ, സിമ്പിൾ ആയിട്ട് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നീ വിശന്ന് പട്ടിണി കിടന്നപ്പോ ഒരു കവലയിലെത്തി. ആ കവലയിൽ നല്ല ഫുഡ് കൊടുക്കുക, നല്ല സദ്യ, പായസം കൂട്ടി ഒരു സദ്യ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നീ പിന്നെയും പോയപ്പോ റോട്ടിൽ ആൾക്കാർ വിശന്ന് ഇരിക്കുക. അപ്പൊ നീ സ്വാഭാവികമായിട്ട് അവന്റെ അടുത്ത് പറയത്തില്ലേ, ബ്രദറെ വിശന്ന് ഇങ്ങനെ കിടന്നിരിക്കുന്നത്, ആ കവലയിലോട്ട് ചെന്ന് അവിടെ സദ്യ കിട്ടും. ഉറപ്പായിട്ട് നീ അത് പറയും. ഇത്രയേ ഉള്ളൂ സുവിശേഷം. നീ അത് പറയുന്നില്ലെങ്കിൽ നിന്നെപ്പോലെ സ്വാർത്ഥൻ വേറെ ആരുമില്ല ലോകത്തിൽ. അത് പറഞ്ഞേ പറ്റൂ. അത് ബ്രദറെ എനിക്ക് അറിയത്തില്ല സുവിശേഷം എങ്ങനെയാ പറയേണ്ടത്, എനിക്ക് അത് അറിയത്തില്ലെങ്കിൽ പറ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റ് ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് ചോദിക്കുക, അവർ പറഞ്ഞു തരും. പക്ഷെ ഒരിക്കലും ഒരു മനുഷ്യന്റെ അവന്റെ നിസ്സഹായതയിൽ പിടിച്ചിട്ട് അത് ദുരുപയോഗം ചെയ്യല്ലേ. ഒരിക്കലും അത് ചെയ്യരുത്. അവന് രോഗമാണ്. യേശുവിനെ നിങ്ങളൊരു മാതൃക എടുത്ത് നോക്കിയേ. യേശു സുവിശേഷം ഒന്നും പറയുന്നില്ല, രോഗികളെ സൗഖ്യമാക്കി അങ്ങ് വിടുക. ആ രോഗി എന്നെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് പറയും ദൈവരാജ്യം എങ്ങനെയാണെന്നുള്ളത്. അല്ലാത്തവൻ പൊക്കോട്ടെ എന്നേ പറയത്തുള്ളൂ. യേശുവിന്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പേരെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. അതിൽ 1/5 യേശുവിന്റെ പുറകെ വന്നിട്ടില്ല. ഒരു സ്ഥലത്ത് വെച്ച് യേശു പറയാണ്, അയ്യോ ഈ ഉപദേശം കഠിനമെന്ന് കേട്ട ജനങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് കുറെ പേരങ്ങ് പോയി. അപ്പൊ യേശു ശിഷ്യന്മാരോട് പറയാ, നിങ്ങളും പൊക്കോ, ഇത് കഠിനമാണെങ്കിൽ നിങ്ങളും പൊക്കോ. കാരണം യേശുവിന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ഈ കഠിനമായ ഉപദേശം പിന്തുടരുന്നവനെ എന്റെ കൂടെ ദൈവരാജ്യത്തിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കിട്ടാനും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനും ആണെങ്കിൽ വെറുതെ സമയം കളയണ്ട, ലോകത്തിന്റെ പുറകെ പൊക്കോ, അങ്ങോട്ട് പൊക്കോ, ഒരു കുഴപ്പമില്ല. എന്തിനാ ഇവിടെ വെറുതെ കിടന്ന് സമയം കളയണം? ഇവിടെ സമയം കളഞ്ഞ് ഈ ലോകത്തിൽ കഷ്ടതയിലൂടെ ജീവിക്കുകയും ചെയ്യും, സ്വർഗത്തിൽ പോവുകയും ചെയ്യത്തില്ല. എന്തിനാ ഈ പരിപാടിക്ക് ഈ ലോകത്തിൽ മാന്യമായിട്ട് ജീവിച്ച് അന്തസ്സായിട്ട് നരകത്തിലോട്ട് പോകും, അതല്ല നല്ലത്. അപ്പൊ ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം, ഇത് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഞാൻ വേറെ വഴിക്ക് പോയി. പിശാചിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെ പറയാം, പിശാചിനോട് എതിർത്ത് നിൽക്കുക. ഇതുപോലെ ടെംപ്ടേഷനും ഇതുപോലത്തെ പല ചിന്തകളും കൊണ്ടുവരുമ്പോൾ ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ജീവിക്കുന്നത്, ഇതൊന്നും എന്നെ സ്വാധീനിക്കത്തില്ല എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം വേണം. പല ആൾക്കാർ പല ചിന്തകൾ, നമ്മൾ ഈ പഴഞ്ചൊല്ലുകളൊക്കെ ഇല്ല ഇഷ്ടം പോലെ, ഇതൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് പറയും, ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണ്. ബ്രദറെ, ഇതൊന്നും എനിക്ക് ബാധകമല്ല. ഞാൻ കർത്താവിൽ വീണ്ടും ജനിച്ച ഒരാളാണ്. എന്റെ ദൈവമാണ് എന്റെ കാര്യം നോക്കുന്നത്. എന്റെ ദൈവത്തിന്റെ വഴിയേ ഞാൻ നടക്കത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഉള്ളിലെ ജഡം, പുള്ളി നമ്മളിങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. അവനെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മുടെ ഏറ്റവും വലിയ ശത്രു അവൻ തന്നെയാണ്. പുള്ളിക്ക് വിശക്കും, പുള്ളിക്ക് പ്രാർത്ഥിക്കാൻ നേരത്ത് പുള്ളിക്ക് പരവേശം വരും. പുള്ളി എന്ന് ഉദ്ദേശിക്കുന്ന എൻ്റെ ഉള്ളിലെ ജഡത്തിനെ ആട്ടോ. പുള്ളി ബൈബിൾ വായിക്കാൻ തോന്നുമ്പോൾ പുള്ളിക്ക് ഉറക്കം വരും, പുള്ളിക്ക് കോൺസെൻട്രേഷൻ ഇല്ല, പല പലവിധ പ്രശ്നങ്ങൾ. ഈ പുള്ളീനെയാണ് നമ്മൾ മെരുക്കേണ്ടത്. ഞാൻ കുറച്ച് വാക്യം കൂടെ വായിക്കാം. 1 യോഹന്നാൻ 5:18-19. 1 John chapter 5 verses 18 and 19. നിങ്ങൾ ഇത് നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോണേ, കാരണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നാളെ ഒരാൾ വന്നിട്ട് ബ്രദറെ എന്താണ് പോരാട്ടമുണ്ട്, ഇത് പിശാച് ഓടി നടക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൊമ്പൻ പാസ്റ്റർ ആണെങ്കിലും അവന് പിടിച്ചിരുത്തിയിട്ട് ഞാൻ ഈ പറയുന്ന റെഫറൻസ് കാണിച്ചു കൊടുക്കണം.
ഇതൊന്ന് എനിക്ക് വിശദീകരിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ചുമ്മാ ആൾക്കാരെ വഴി തെറ്റിക്കുന്ന പല ആൾക്കാരുണ്ട്. അവൻ മേലാ പോയി വേറൊരിടത്തും പോയി പറയില്ല. പിശാജ് വന്ന് രാത്രിയിൽ വന്ന് പിടിച്ചോണ്ട് പോകും. എടാ, കർത്താവിന്റെ രക്തത്തിനൊന്നും ഒരു വിലയില്ലേ? ഞാൻ ഇടയ്ക്ക് ഓർക്കും, കർത്താവ് ഈ സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ വന്നിട്ട് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു, എന്നിട്ട് ഒരു വിലയില്ല എന്നാ പറയണത്. ഇതിനൊന്നും വെറുതെ ഉറങ്ങി കിടക്കും പിശാജ് വന്ന് തട്ടിട്ട് പോയെന്നാ പറയണത്. ഇതൊക്കെ നടക്കണ കാര്യമാണോ? ഇത്രയും ബലമില്ലാത്ത ആളാണ് എന്നെ രക്ഷിച്ചത്. അപ്പൊ നമ്മളത് മറന്നു പോകരുത്. 1 യോഹന്നാൻ 5:18-19. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5, 18 and 19. നിക്ക്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. പിടികിട്ടുന്നോ? പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കൂടെ പറയാം, ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കും. എന്നെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ പുറത്തുനിന്നുള്ള പിശാജ് എന്റെ ജഡത്തോട് കണക്റ്റഡ് ആയിട്ട് എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും. റൈറ്റ്? അവിടെയാണ് പറയുന്നത് താഴത്തോട്ട്. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഈ വാക്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും ജോയലെ. 18 ലാസ്റ്റ് ആണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഇത് കണ്ടിട്ടില്ല ഇതുവരെ? ദുഷ്ടൻ തൊടത്തില്ല എന്ന് ബൈബിൾ എഴുതി വെച്ച അച്ചട്ട. ഇതിന് ഒരു തിയോളജി വേറെ പോയി പഠിക്കേണ്ട ആവശ്യം. ദുഷ്ടൻ തൊടില്ല, തൊടാൻ പറ്റില്ല. ദേ അടുത്ത് പറയാണ് 19. നാം ദൈവത്തിൽ നിന്നുള്ളവൻ എന്ന് നാം അറിയുന്നു. നാം ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് നാം അറിയുന്നു. ദുഷ്ടൻ നമ്മളെ തൊടത്തില്ല, പാവം ഞാൻ ചെയ്യത്തില്ല, കാരണം ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുന്നു. പിന്നെ താഴ്ത്തു പറയാം, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. കറക്റ്റാ, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അതവിടെ കിടന്നോട്ടെ. പക്ഷെ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ഞാൻ പാപം ചെയ്യത്തില്ല, ഞാൻ ഇവന്റെ സ്വാധീനത്തിൽ വീഴത്തില്ല, അവൻ എന്നെ തൊടാനും പറ്റത്തില്ല. ഇത് നമ്മൾ മറന്നു പോകരുത്. ഇത് മറന്നു പോകരുത്. നമ്മൾ തന്നെയാണ് പല കെണികളും നമുക്ക് വേണ്ടി ഒരുക്കി വെക്കണം. പിശാചിനൊന്നും ഒരു റോള് പോലും ഇല്ല ഇതിൻ്റെ അകത്ത്. ജോലി ചോദിച്ചോ? ജോലി കൈ പൊക്കിയതല്ലേ? അച്ഛാ, അപ്പൊ ഈ ആക്സിഡന്റ് ഒക്കെ വന്നിട്ട് ദൈവം നമ്മളെ വിടുവിച്ചു, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ തെങ്ങിൽ നിന്ന് വീണിട്ട് അത് വീഴാതെ ദൈവം എന്റെ തലയിൽ സൂക്ഷിച്ചു. അപ്പൊ ഇതൊക്കെ കോയിൻസിഡൻസ് ആണോ, അതോ ഇസ് ഇറ്റ് ശത്രുവിന്റെ പോരാട്ടം? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആക്സിഡന്റ് വന്ന് ഞാൻ മരിച്ച എന്ത് പറ്റും? സ്വർഗത്തിൽ പോവും. അപ്പൊ അവിടെ പോകുന്നതാണോ നല്ലത്, ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടുന്നതാണോ? ഇവിടെ കഷ്ടപ്പെടാനാണ്, അത് ദൈവത്തിന്റെ പർപ്പസിലെല്ലാം കാണിച്ചത്. അത് അപ്പൊ പിന്നെ എന്തിനാണ് നമ്മള് ആക്സിഡന്റ് വരുമ്പോൾ പേടിക്കുന്നത്? എന്തിനാണ്? എടാ, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുന്നു. സ്വർഗത്തിൽ ഒരുത്തൻ പോയപ്പോൾ പറയുവാണ്, അയ്യോ ചെറുപ്പത്തിലേ പുള്ളി മരിച്ചു, അവന് പിശാച് അവനെ കൊന്നു കളഞ്ഞു. അപ്പൊ ഇത് എന്ത് ലോജിക്ക് ചെയ്തുള്ള അതിന്റെ അകത്ത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി, തേങ്ങ തലയിൽ വീഴേണ്ടത് സൈഡിൽ വീണു, നല്ല കാര്യം, തേങ്ങ സൈഡിൽ വീണു. ഇതൊക്കെ സാക്ഷ്യമാണോ? അല്ല, അനർത്ഥം നമുക്ക് വരുമോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പറഞ്ഞുതരാം. അനർത്ഥം വരും നമുക്ക്. അനർത്ഥം വരുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, എന്റെ ജഡത്തിന് അല്ല, അതാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഈ ഒരു വാക്യത്തിൽ നമ്മൾ നിർത്തി 26, 27. എനിക്ക് എന്റെ ആത്മാവ് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഞാനൊന്ന് വായിക്കാം. റോമാലേഖനം 8:26, 27. അത് വായിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പം ഈ പറയുന്നത് എന്താണെന്നറിയോ? പ്രാർത്ഥിക്കേണ്ട എന്താന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ ജഡത്തിനെ മെരുക്കാൻ, എന്റെ ആത്മീയ വർധനയ്ക്ക് എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ ഉള്ളിൽ ആത്മാവ് ഉച്ചരിച്ചു കൂടാൻ വയ്യാത്ത ഞെരുക്കങ്ങളാൽ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവമേ ഇന്ന കാര്യം, ഇന്ന കാര്യം, ഇന്ന കാര്യം. അപ്പൊ ആ കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, ആ കാര്യം നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തരാൻ ചിലപ്പോ ദൈവം പിശാചിനെ കൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യിപ്പിക്കും. അത് തെറ്റിനായിട്ടല്ല, ദോഷത്തിനായിട്ടല്ല, അനർത്ഥത്തിനായിട്ടല്ല, അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്.
അതിന് സിമ്പിൾ ആയിട്ട് ഉദാഹരണം ഞാൻ എപ്പോഴും പറയുന്ന, എനിക്ക് ഉറങ്ങാൻ ലൈറ്റ് ഇല്ലാണ്ട് കിടക്കണം, സൗണ്ട് ഇല്ലാണ്ട് വേണം കിടക്കാനായിട്ട്. സൗണ്ട് ആരെങ്കിലും ഉണ്ടാക്കോ ലൈറ്റ് ഇടുകയോ വല്ലതും ചെയ്താൽ ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കുമല്ല, വേണമെങ്കിൽ ഞാൻ പിടിച്ച് അവൻ ഇടിക്കുകയും ചെയ്യും. ഇടിച്ചിട്ടുമുണ്ട്, അവനെ പിടിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. പക്ഷെ ഈ സാധനത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. അപ്പൊ ദൈവം എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ അടുത്ത്, രാത്രി മാത്രം കരയുന്ന ഒരു കുഞ്ഞിനെ എനിക്ക് തന്നു. ഇനിയിപ്പോ ആരോട് പോയി ഇടിക്കാൻ, എന്ത് ചെയ്യാൻ? ഞാൻ അത് ഓവർകം ചെയ്തേ പറ്റൂ. ഇപ്പൊ എന്റെ ഉള്ളിൽ ചില വൃത്തികെട്ട സ്വഭാവങ്ങൾ മാറ്റാൻ ചിലപ്പോ ചില പ്രശ്നങ്ങൾ തരും. ചിലപ്പോൾ അത് ക്യാൻസർ ആയിട്ടായിരിക്കും, ചിലപ്പോൾ അതൊരു ആക്സിഡന്റ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ അത് വലിയൊരു ദുരന്തം പോലെ നമ്മുടെ ഉള്ളിൽ തോന്നാം, ആയിരിക്കും. ദൈവം അറിയാതെ എന്റെ മുമ്പിൽ ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന വാക്യം 28 റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28 ആയിരുന്നു നമ്മൾ ഇന്ന് തുടങ്ങേണ്ടത്. ഞാൻ വായിക്കാറ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അങ്ങനെ പറഞ്ഞാൽ ഇത്രയുള്ള അതിന്റെ അർത്ഥം, എനിക്ക് എന്ത് പറ്റിയാലും ആ ദൈവം നന്മയ്ക്കായിട്ട് തീർക്കും. പിന്നെ എങ്ങനെയാണ് ഈ പിശാച് കൊണ്ടിരുന്നെന്ന് പറയുന്നത്? നമുക്ക് ചിലപ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്തിനായിരിക്കും കർത്താവേ, അതെന്താ? ഞാൻ ഇപ്പൊ നമ്മൾ ഈ വയനാട്ടിൽ വീടുകൾ പോയി ആൾക്കാർ നഷ്ടപ്പെട്ടു, എന്തിനായിരിക്കും? എനിക്ക് അറിയത്തില്ല. എല്ലാത്തിനും ഉത്തരം കണ്ടുപിടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ അധ്വാനിച്ച് 40-50 ലക്ഷം കൊടുത്ത് വെച്ച വീടാണ് ആ പോയതെങ്കിൽ ഞാൻ പിന്നെ എന്റെ ജീവിതം അവസാനിപ്പിക്കും. ഞാൻ ദൈവം എന്ത് വൃത്തികെട്ടവനാണെന്ന് ഞാൻ പറയും. ഇത് പറയിപ്പിക്കാനാണ് പിശാച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ എന്ത് പറയും? ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. കർത്താവ് അത് എന്തോ എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. അത് എനിക്കറിയത്തില്ല, അത് എന്തിനാണ് അത് ചെയ്തത് എനിക്കറിയില്ല. പക്ഷെ എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആ പോയിന്റിൽ നമ്മൾ എത്തണം. അതാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന നീതിമാന്മാരുണ്ടോ? ദൈവത്തെ ആണോ അന്വേഷിക്കുന്നത്, അത് ലോകത്തിലുള്ള മെറ്റീരിയൽ കാര്യങ്ങളാണോ? കുറെ കല്യാണം കഴിച്ച് ജോലിയും ചെയ്ത് വീടും ഉണ്ടാക്കി കാറും മേടിച്ച് ഇവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? അത് ദൈവത്തെ ആണോ നീ അന്വേഷിക്കുന്നത്? ദൈവത്തെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇതുപോലെ പല പ്രശ്നത്തിലൂടെ കയറി ഇറങ്ങേണ്ടത്. പക്ഷെ അതിനകത്തെല്ലാം നമ്മൾ ഇറങ്ങുന്ന ആഴത്തിനെക്കാട്ടും ഒരു 10-100 പടിയെങ്കിലും ആഴത്തിൽ എന്റെ കർത്താവ് ഇറങ്ങി എന്റോട് കൂടി ഇരിപ്പുണ്ടാവും. അത് നമ്മൾ മറന്നുപോകല്ലേ. നമ്മൾ ഒറ്റയ്ക്കാണെന്നൊന്നും വിചാരിക്കില്ല. ജോയലെ, ഇനി ക്ലാരിഫിക്കേഷൻ വേണം അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പം അതിനകത്തൊന്നും നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്, അതിനകത്തൊന്നും നമ്മൾ ട്രബിൾഡ് ആവരുത്. ഓക്കെ, വിവേനെ എന്താ ചോദിക്കാനുള്ളത്? എനിക്ക് ചോദിക്കാനുള്ളത്, ബൈബിളില് ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ശരിക്കും അത് രക്ഷിക്കപ്പെട്ടവര് ആത്മാക്കളെ നേടണമെന്നുണ്ടോ? ബൈബിൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മത്തായി 28 അവസാന ഭാഗം, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ ശിഷ്യരെ ഉണ്ടാക്കിക്കൊള്ളണം. അങ്ങനെ ശിഷ്യനുണ്ടായ അവരെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ ഉപദേശിച്ച സകലതും അവരെ പഠിപ്പിച്ചത് അവരെയും ശിഷ്യരാക്കണം. അതെല്ലാം അവർക്കുള്ള കാര്യമാണ്. നമ്മൾ പോയി സുവിശേഷം അറിയിക്കണം. ഇത് നിർബന്ധത്താൽ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട കാര്യമല്ല. എൻ്റെ ഉള്ളിൽ ഒരു പാഷനായിട്ട് മാറണം. ഞാൻ രക്ഷിക്കപ്പെട്ടു, എന്നെ കർത്താവ് സൗജന്യമായിട്ട് രക്ഷിച്ചു, എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ ഒരു പാഷൻ നമ്മുടെ ഉള്ളിൽ വരണം. അത് വരാനൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോമലേഖനം പഠിക്കുന്നുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരണം. വളരെ ക്ലിയർ ആയിട്ട്, ആക്യുറേറ്റ് ആയിട്ട് തിയോളജി എന്താണെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പ്ലസ് നമ്മൾ മറ്റേത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ വിവേന, താങ്ക് യു. ഞാൻ ഇനി മുന്നോട്ട് പോവാം. അപ്പൊ നമ്മൾ കൊലോസ്യ ലേഖനം വായിച്ചു, യാക്കോബ് വായിച്ചു, 1 യോഹന്നാൻ വായിച്ചു. ഇനി 1 പത്രോസിന്റെ ലേഖനം കൂടെ വായിക്കാം. 1 Peter chapter 5 8 and 9. 1 Peter chapter 5 verse 8 and 9. 1 പത്രോസ് 5 8 9. അവിടെ പറയുന്നത്, നിർമ്മതനായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ,
നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പം ഇവിടെ പറയാണ്, ഇവൻ പുള്ളി ഇങ്ങനെ ചുറ്റി നടക്കുക. അപ്പൊ ഇവൻ എങ്ങനെയാ വിഴുങ്ങുന്നത്? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ മൊബൈലിന്റെ സിഗ്നലുകൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. ആരെ വിഴുങ്ങേണ്ടുന്നു എന്നും പറഞ്ഞ് ഈ പിശാച് നടക്കുക. പക്ഷെ ഇത് എങ്ങനെയാ പിടിക്കുന്നത്? നമ്മൾ സിഗ്നൽ ഓണാക്കി നമ്മുടെ ഫോണിൽ ഓണാക്കിയ പെട്ടെന്ന് ചാടി കയറി പിടിക്കും. അപ്പൊ നമ്മുടെ ജഡത്തിനെ ഓണാക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അവിടെയാണ് ഇതിന്റെ പോയിന്റ് ഇരിക്കുന്നത്. 9 വായിക്കാം. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. അപ്പൊ ഇവിടെ പറയുവാണ്, ലോകത്തിൽ നിങ്ങളുടെ സഹോദരന്മാരുണ്ടല്ലോ, അവർക്കും നീ അനുഭവിക്കുന്ന പോലെ തന്നെയാ കഷ്ടമുള്ളത്. അപ്പൊ അവരും കഷ്ടം അനുഭവിക്കുന്നു, നിനക്ക് കഷ്ടമുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് നീ അയ്യോ ഇതെന്താണെന്ന് പറഞ്ഞ് വിറയ്ക്കല്ല ചെയ്യേണ്ടത്. നീ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാവണം. ഇതിനകത്തൊന്നും കണ്ട് നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെട്ടു പോകരുത്. ഇതൊന്നും കണ്ട് നമ്മൾ വ്യാധി പിടിക്കരുത്. നിങ്ങളൊന്ന് നോക്കിയേ, ഇപ്പൊ ചർച്ചിലെടുത്ത് കുറെ ബ്രോയിലർ കോഴികളെ പോലെ വിശ്വാസികൾ. അയ്യോ എനിക്ക് അതില്ല, അയ്യോ എനിക്കിതില്ല, എനിക്ക് വയ്യ, എനിക്ക് നടക്കാൻ വയ്യ, എനിക്കിതില്ല, തലവേദന, പാസ്റ്റർ, ഇരിക്കാൻ വയ്യ, കൊച്ചിന്റെ വിദ്യാഭ്യാസം, കരഞ്ഞും നിലവിളിച്ചും പൊക്കോണ്ടിരിക്കുക. ഇങ്ങനെയല്ല വിശ്വാസികൾ വേണ്ടത്. നല്ല നാടൻ കോഴികളെ പോലെ സ്വന്തമായിട്ട് ഭക്ഷണം, അതായത് ബൈബിളില് സ്വന്തമായിട്ട് വായിച്ച് ആത്മീയ ആഹാരം കണ്ടെത്തേണ്ടുന്നവരാണ് വിശ്വാസികൾ. അവരുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ഭക്ഷണം കൊടുത്ത് അവരെ പഠിപ്പിക്കേണ്ടുന്നവരാണ് വിശ്വാസികൾ. ഈ പരുന്ത് കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വരുമ്പോ അതിനെ കൊത്തി ഓടിക്കേണ്ടവരാണ് വിശ്വാസികൾ. അല്ലാതെ അയ്യോ എല്ലാം പോയേ, എന്റെ തീർന്നു, ആ ഒരു പാറ്റേണിൽ അല്ല നമ്മൾ വളരേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. എല്ലാവർക്കും ഈ കഷ്ടപ്പാടുകളുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകല്ലേ, ഉറച്ചു നിൽക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം വിശ്വാസത്തിൽ? ഈ 1 പത്രോസിന്റെ മേളിലത്തെ വാക്യങ്ങൾ വായിച്ച് 6, 7 മേളിലത്തെ കൂടെ സെലക്ട് ചെയ്തോ. അല്ലെ 6, 7 ഞാൻ വായിക്കാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതിന്റെ മേളില് 5, 6 ആട്ടോ. ഞാൻ 5 വായിക്കാം. അവണ്ണം ഇളയവരെ മൂപ്പർമാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ. നമ്മൾ ഹമ്പിളാവണം, താഴ്മയുള്ളവരാവണം. എന്നെ പൊക്കരുത്, എന്നെ താഴ്ത്തണം. യേശു പ്രാർത്ഥിച്ച നിങ്ങളൊന്ന് ഓർത്തു നോക്കി ഗെത്സമനയില്, പിതാവേ എനിക്കിത് പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടാ, ഈ ക്രൂശ് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഉടനെ പറയാണ്, പിതാവേ എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. 100% മനുഷ്യനും 100% ദൈവവുമായിട്ടുള്ള യേശു കർത്താവ് മനുഷ്യന്റെ രീതിയിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചത്. ആ മനുഷ്യന്റെ രീതിയിൽ അവൻ തളർന്നു പോകുമെന്ന് അറിഞ്ഞ പിതാവ് അവൻ തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഒരു ദൂതനെ അയച്ച് അവനെ ബലപ്പെടുത്തി. ഗെത്സമനയിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. ഇത് തന്നെയാ നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. ദൈവത്തിന്റെ ഹൃദയത്തിന് നമ്മൾ വിട്ടുകൊടുത്താൽ അവിടെ നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ അകത്തോട്ട് ഭയങ്കര ഗ്രേസ് വെളിപ്പെടാൻ തുടങ്ങും, ഭയങ്കര കൃപ വെളിപ്പെടാൻ തുടങ്ങും. കാണുന്നവർക്കൊക്കെ തോന്നും ഇവൻ എങ്ങനെ, പക്ഷെ നിങ്ങൾ പറയും അയ്യോ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ ഇതിൽ കൂടെ കടന്നു പോവാ. കാണുന്നവരായിരിക്കും. നിങ്ങൾ യെശയ്യാവിലൊന്ന് വായിച്ചു നോക്കി. അവൻ നിന്ദിക്കപ്പെട്ടവനായി, അടികൊള്ളവനായി, ലോകക്കാര് പറഞ്ഞു, ദൈവം അവനെ കുറ്റം ചുമത്തി അവനെ തള്ളിക്കളഞ്ഞു. യെശയ്യാവിനകത്ത് പ്രവാചകൻ എഴുതിയിരിക്കുക, യേശുവിനെ കുറിച്ചാ പറയുന്നത്. ലോകക്കാര് പറയാം ദൈവം അവനെ തള്ളി, ദൈവം അവനെ ഉപേക്ഷിച്ചു, അവൻ നിന്നാപാത്രമായി തീർന്നു. പക്ഷെ എങ്കിലോ അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇത് തന്നെ എന്റെ നിങ്ങളുടെ കാര്യത്തിൽ പറയത്തുള്ളൂ. നമ്മൾ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ലോകക്കാര് പറയും ദൈവം അവനെ തള്ളി, ദൈവം അവനെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും വരത്തില്ലായിരുന്നല്ലോ, ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ലോകം അത് പറയും.
പക്ഷെ വചനത്തിലൂടെ നമുക്ക് ഉറപ്പിക്കാം, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ആ കാര്യത്തിനകത്ത് വരും. എന്തു വലിയ പ്രശ്നമാണെങ്കിലും, എത്ര കഠിന രോഗമാണെങ്കിലും ദൈവത്തിന്റെ കൃപ അതിനകത്തോട്ട് വരും. നമ്മൾ അത്ഭുതകരമായിട്ട് ദൈവം അതിനകത്തോട്ട് നടത്തും. പട്ടിണി അടക്കാനാണോ, കഷ്ടപ്പാട് അനുഭവിക്കാനാണോ, നിന്ന് സഹിക്കാനാണോ, പീഡ അനുഭവിക്കാനാണോ, ദൈവത്തിന്റെ ആ ഗ്രേസ് അതിനകത്തോട്ട് വരും. നമുക്ക് വളരെ വളരെ ലൈറ്റായിട്ട് അതിന്റെ മേത്തോട്ട് നടക്കാൻ പറ്റും. അവിടെയാണ് ജയകരമായ ക്രിസ്തീയ ജീവിതം സംഭവിക്കുന്നത്, വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. അല്ലാതെ എല്ലാത്തിനും കംപ്ലൈന്റ് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്നതല്ല മാതൃക. കുറെ അംഗീകാരങ്ങൾ നേടുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാരോട് പ്രസംഗിക്കുന്നു, വിമാനത്തിൽ കയറി നടന്ന് എൻഗേജ്ഡ് ആവുന്നു, വീടുകൾ, കാറുകൾ, ബംഗ്ലാവുകൾ മേടിക്കുന്നു, 10 പേര് വെച്ച് തുടങ്ങിയ സഭ ലക്ഷങ്ങളാവുന്നു. ഇതൊന്നും അല്ല സക്സസിന്റെ മൂലകാരണം. നോ, നത്തിങ്. ദൈവം ഏൽപ്പിച്ചത് ഭംഗിയായിട്ട് ചെയ്യുന്നു, അവിടെയാണ് കാര്യം. ദൈവം ഒരാത്മാവിനെ നിങ്ങൾക്ക് നേടാൻ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അത് ഭംഗിയായിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. അത് കൂടുതലൊന്നും വേണ്ട. നിങ്ങൾ ആ യേശുവിന്റെ കഥ ഓർക്കാലോ, മുമ്പന്മാർ പലരും പിൻപന്മാരാവും. ഒരു വയലിൽ രാവിലെ തൊട്ട് വേല ചെയ്ത ഒരാളും വൈകുന്നേരം 5 മണിക്ക് വേല തുടങ്ങിയ ആളുമുണ്ട്. ഇവർക്കെല്ലാം കർത്താവ് കൂലി കൊടുക്കുന്നത് ഒരേ അളവിലാണ്. അതിന്റെ അർത്ഥം, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിങ്ങൾ ചെയ്യാം, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഉള്ളതിനകത്ത് സംതൃപ്തിയോടെ കർത്താവിനെ സേവിക്കാം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഓടി നടന്ന് അവൻ അതുകൊണ്ട് എനിക്കിതില്ല എന്നും പറഞ്ഞ് വിഷമിച്ച് നിരാശപ്പെട്ട് ദുഃഖിക്കാനും, നോ, അങ്ങനെയൊന്നും അല്ല. നോ. ഓക്കെ, ഞാൻ ഇത് വായിച്ചു തീർത്തില്ല, ഞാൻ ഒന്നുകൂടെ വായിക്കാതെ. 1 Peter 5:8 and 9. അവണ്ണം ഇളയവന്മാരെ മൂപ്പന്മാർക്ക് കീഴടങ്ങി, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളി. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അവിടെ പറ്റുമെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടോണം. ഈ നിഗളിക്കാൻ, ഈ ഉയരുവാനാണ് ഈ ലോകം നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഈ സ്പിരിച്വൽ റലം, ഈ എന്താണ് ആത്മീയ ഗോളം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അവരും നിഗളിക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ പ്രയാസപ്പെടും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലൂസിഫർ എന്തിനാ സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് വീണു? ആ ലൂസിഫർ തന്നെയാണ്, ആ സാത്താൻ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഈ നിഗളം ഉണ്ടാക്കി കൊണ്ടുവരണം. ദൈവത്തോട് എതിർക്കണം, നീ നിഗളിക്കണം, നീ വലിയ ആളാവണം, ദൈവം നിന്നെ മാനിച്ചു. ഇപ്പൊ പലതും പറയുന്നത് ദൈവം എന്നെ മാനിച്ചു. എങ്ങനെ മാനിച്ചു? ഭയങ്കര വലിയൊരു സംഭവം കിട്ടിയപ്പോ ദൈവം എന്നെ മാനിച്ചു. ഇതൊക്കെയാ പറയുന്നത്. ഇതൊക്കെ എവിടുന്ന നമ്മുടെ ഈ ചിന്തയൊക്കെ വരുന്നത്? എവിടുന്ന? കുറെ ആൾക്കാർ ഇതിനകത്തോട്ട് കയറി, അവര് കുറെ സാക്ഷ്യം പറഞ്ഞു, ദൈവം മാനിച്ചു, അവരെ മാനിച്ചു, എൻ്റെ ഇത് മാനിച്ചു. ഇതെല്ലാം നിഗളത്തിന്റെ പല ഫോമാണ് ആ കാണുന്നത്. ചില ആൾക്കാർ ചോദിക്കും, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, പിന്നെ എനിക്ക് ഈ കഷ്ടം വരുന്നത് എങ്ങനെയാണ്? നീ നിഗളിച്ചു പോകാതിരിക്കാനാ. പൗലോസിനെ നമുക്കറിയാലോ, 3-ാം സ്വർഗത്തോളം പോയൊരുത്തൻ അവിടെ പറയുവാണ്, തന്റെ ശരീരത്ത് ഒരു ശൂലം. എന്തുവാ ശൂലം? സാത്താന്റെ ദൂതൻ തന്നെ. എന്നിട്ട് അവൻ പ്രാർത്ഥിച്ചപ്പോ ദൈവം അവനോട് എന്താ പറഞ്ഞത്? നീ നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് തന്നു. ഇതാണ് ഞാൻ ഈ പഠിപ്പിക്കുന്നതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ദൈവം ചില ക്രൂശുകൾ, ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കാനാണ്. ചില മാതാപിതാക്കളായിരിക്കും, ചില മക്കളായിരിക്കും, ചില ഭാര്യയായിരിക്കും, ഭർത്താവായിരിക്കും, ചിലപ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പം അസുഖങ്ങളായിരിക്കും, പല രീതിയിലായിരിക്കും. നമ്മൾ നിഗളിച്ചു പോവാതിരിക്കാൻ ദൈവം നമ്മളോട് കാണിക്കുന്ന ഫേവറാണത്, ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ് ആണത്. അത് നമ്മൾ മറന്നു പോകരുത്. ഇത് എന്നിട്ട് ബാക്കി കൂടെ വായിക്കാം. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കു കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. ഇത് പറഞ്ഞിട്ടാ താഴെ നിർമ്മതരായിരിക്കാൻ പറയുന്നത്. എടാ, എന്നെ കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ട്.
ഇത് കൂടുതൽ എന്താ വേണ്ടേ? അതുകൊണ്ട് താഴ്മയോടുകൂടി ഇരിപ്പി, സൗമ്യതയോടെ ഇരിപ്പി, നിങ്ങളുടെ സകല ചിന്താകുതങ്ങളും അവന്റെ മേലിട്ട് കൊള്ളുവീൻ, അവൻ നമുക്ക് വേണ്ടി കരുതിക്കോളും. എടാ, എത്ര എത്ര ഇത്ര അധികം സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള കാര്യം മറന്നുപോലും. ഇത്ര അധികം സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളപ്പോ ആ ദൈവത്തെ ഇട്ടേച്ച് ലോകത്തിന്റെ പുറകെ പോവാന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ഒന്നല്ലെങ്കിൽ വചനം നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്, അതോ ആരൊക്കെയോ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കോ. ദൈവമാണ് എനിക്കെല്ലാം എല്ലാം. ദൈവത്തെ വിട്ടേച്ച് എനിക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ ഇത് ആഴത്തിൽ വന്നങ്ങ് പതിച്ചു കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ ഈ ജഡത്തിനൊക്കെ നമുക്ക് എന്താ പറയാ, ജഡത്തിനെ തോപ്പിക്കാൻ ദൈവം ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇത് പറഞ്ഞിട്ടാണ് ബാക്കി പഠിക്കണമെന്ന് വിചാരിച്ചത്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ അടുത്തിനകത്തോട്ട് പോകും. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് ഇത് തന്നെ ഇനി തന്നെത്താനെ ഡിനായി ചെയ്യുന്ന യേശു പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പെട്ടെന്ന് റോമാലേഖനം തീർക്കണമെന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹമില്ല. പക്ഷെ പഠിക്കുന്ന കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അവിടെ ഞാൻ ക്ലോസ് ചെയ്യാണ്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞ് ക്ലാസ് ക്ലോസ് ചെയ്യാം. അതിനു മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിക്കാം നമുക്ക്. ആരാ പ്രാർത്ഥിക്കുന്നത്? പുതിയ പെൻഷൻ ഓടി അപ്പത്തേക്ക് സാംസ, നീ ഒരു വാക്ക് ചോദിച്ചോട്ടെ എന്നാ വിവന പാസ്റ്ററെ? അതെ, ആ നമ്മള് ഈ ആത്മാക്കളെ നേടാൻ എന്നോണം നമ്മൾ പ്രസംഗിക്കുമ്പം നമ്മൾ നിന്ന് ഏക്കത്തില്ലേ? ഏക്കും, കറക്റ്റ്. അപ്പൊ നമ്മൾ എങ്ങനെ നേരിടും? അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. കാരണം നമ്മളെ ലോകത്തിന്റെ മക്കളല്ലാത്തത് കൊണ്ട് ലോകത്തിന്റെ മക്കൾ നമ്മളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചിലപ്പം കായികമായിട്ട് നമ്മളെ കയ്യേറ്റം ചെയ്തെന്നും വരാം. അത് ഇതിനകത്തുള്ളതാണത്. നമ്മൾ പേടിച്ച് വിറച്ച് മാറി നിൽക്കുവാണെങ്കിൽ മാറി നിൽക്കാനേ പറ്റത്തുള്ളൂ. ദൈവം അതിനുള്ള കൃപ ചെയ്യും. വിവിയൻ പ്രാർത്ഥിച്ചാൽ മതി. ഇന്ന ഇന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം അതിനുള്ളൊരു അവസരം തരും അവരോട് സംസാരിക്കാനല്ല. ഓക്കെ, താങ്ക് യു വിവേന. സാംസ ഒരു വാക്ക് പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം. ചോദിച്ചോ. എനിക്ക് തോന്നുന്ന ജോൺ പാസ്റ്ററിനൊക്കെ പോകാൻ സമയമായെന്ന് തോന്നുന്നു. No, that's okay. ഞാൻ മുന്നോട്ട് പോയാൽ നിങ്ങൾ വിഷമിക്കോ? ഓക്കെ, ഞാൻ ഓക്കെ. എന്നാ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. പ്രയാസം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലാന്ന് ഞാൻ വിചാരിക്കാം. 15 മിനിറ്റ് കൊണ്ട് നിർത്താം. ഗുഡ്, നല്ലൊരു ഓപ്ഷനാണ്. അപ്പം നമുക്ക് ഈ കറക്റ്റ് ടോപ്പിക്കിനകത്ത് തന്നെ നിൽക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ എപ്പോഴും കർത്താവിന്റെ മാതൃക നമ്മൾ ഫോളോ ചെയ്യുക. കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ, ഹമ്പിൾ ആവുക, ജെനുവിൻ ആവുക, ട്രാൻസ്പെറന്റ് ആവുക, ഒരല്പം പോലും കള്ളത്തരമില്ലാതെ. അപ്പം നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്താണ് ജഡത്തിന്റെ കാര്യങ്ങൾ, അവന് പരമാവധി ഒഴിവാക്കി ചെയ്യാം. അപ്പം നമുക്ക് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പോവാം. മർക്കോസ് ബുക്ക്, മാർക്ക്, ഗോസ്പൽ ഓഫ് മാർക്ക്, ചാപ്റ്റർ 8, 31 to 38. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 31 തൊട്ട് 38 വരെ. അവിടെ ഒരു കാര്യം കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന കാര്യം അറിയാം. ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, മുഴുവനും വായിക്കാം. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് അവര് ഉപദേശിച്ചു തുടങ്ങി. അപ്പൊ യേശു ശിഷ്യന്മാരോട് ഇത് പറയാം, അവൻ എന്ത് പറ്റും എന്നുള്ള കാര്യം. അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു, സാത്താനെ, എന്നെ വിട്ടുപോ,
നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് നോക്കിയേ, മനുഷ്യപുത്രൻ കഷ്ടം അനുഭവിക്കണം. മനുഷ്യപുത്രൻ ദൈവത്തിന്റെ ഹിതപ്രകാരം മുഴുവൻ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ പത്രോസ് എന്താ വന്ന് പറയുന്നത്? അയ്യോ അങ്ങനെയൊന്നും പറയരുത്, നീ ഞങ്ങളുടെ എന്താണ് ഡിസ്ട്രിക്ട് അല്ല സ്റ്റേറ്റ് ഓവർസിയർ ആണ്, അങ്ങനെ പറയരുത്, നീ അങ്ങനെ ചെയ്യരുത്, നമുക്കത് അങ്ങനെയല്ല, നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാം. യേശു എന്തായാലും മറുപടി കൊടുത്ത്, സാത്താനെ നീ എന്നെ വിട്ടുപോ. വളരെ ക്ലിയർ, സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസർ അത്. ദൈവത്തിനുള്ളത് അന്വേഷിക്കാതെ മനുഷ്യർക്കുള്ളതോ ലോകത്തിനുള്ളതോ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് സാത്താനാണ്, അതിനെയാണ് ഡെവിൾ ടെംപ്ടേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആ ഒരു ബോൾഡ്നെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം, ആ ഒരു പ്രാഗൽഭ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇതെന്നെ കർത്താവ് പറഞ്ഞിട്ടാ ഞാനിത് ചെയ്യുന്നത്, ഇതിനെതിരെ ഉള്ളത് സാത്താനാണ്, നോ നോ വേ ഐ എം ഗോയിങ് ടു അഗ്രി വിത്ത് ദാറ്റ്. ഞാനത് സമ്മതിക്കത്തില്ല, അത് അങ്ങനെ തന്നെ പറയണം, അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാൽ അങ്ങനെ തന്നെ പറയണം. ഇത് നമ്മൾ ചെയ്യണം, ഈ കാര്യം പ്രാക്ടീസ് ചെയ്യണം നമ്മൾ. അല്ലാതെ അവരങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും കാര്യം ഉണ്ടാവും, പത്രോസ് ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും, ഒന്നല്ലെങ്കിൽ അവൻ എന്റെ കൂടെ 3 കൊല്ലം നടന്നതല്ലേ, എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെയല്ല, നോ, അതല്ല സ്റ്റാൻഡ്. യേശു പറയാണ്, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഇത് താഴ്ത്തോട്ട് ഞാൻ വായിക്കാം. പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെ അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എന്താ ഈ ക്രൂശ് എന്ന് പറയണത്? ഫസ്റ്റ് തന്നെത്താനെ ത്യജിക്കണം, എന്നിട്ട് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാ, വേദന ഉണ്ടാക്കുന്നതാ, പ്രയാസം ഉണ്ടാകുന്നതാ. അത് ക്രൂശി കിടക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മരിക്കത്തില്ല, സ്ലോ ഡെത്ത് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ക്രൂശ് എടുത്ത് ദൈവത്തെ അനുഗമിക്കണം. നമ്മുടെ ക്രൂശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തെ തകർക്കാൻ നമ്മളെ സഹായിക്കുന്നത് എല്ലാം നമ്മുടെ ക്രൂശാണ്, എല്ലാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിലപ്പോൾ നമ്മുടെ രോഗമായിരിക്കും, പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ലേ, ദൈവത്തോട് പറ, ദൈവമേ എനിക്ക് ഇതിനുള്ള കൃപ തരണം, ദൈവമേ എന്താണ് നീ ഇതിനകത്ത് പഠിപ്പിക്കുന്നത് എന്നെ അതിലൂടെ നടപ്പാൻ എന്നെ സഹായിക്കണം. ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അല്ലാതെ ലോൺ എടുക്കാനും കടം മേടിക്കാനും ഓടിപ്പോവല്ലേ, ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, ദൈവം എന്താ നീ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഫാമിലി ആയിരിക്കും, ചില ആൾക്കാർക്ക് വൈഫ് വളരെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ഹസ്ബൻഡ് വളരെ പ്രശ്നമായിരിക്കും. ഡിവോഴ്സിനല്ല പോകണ്ടേ, നോ വേ, അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡാണ്, ഞാൻ ആണായിട്ട് ജനിച്ചു പക്ഷെ എൻ്റെ ഉള്ളിൽ ഫീമെയിൽ ഹോർമോണാണ്, അതുകൊണ്ട് ഞാൻ ട്രാൻസ്ജെൻഡർ ആവാം, അല്ലെങ്കിൽ ഞാൻ വേറൊരു ആണിനെ കല്യാണം കഴിക്കാം. നോ വേ, ദൈവം എന്നെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്, അതാണ് എന്റെ ക്രൂശ്. എനിക്ക് അറിഞ്ഞുകൂടാ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷെ അതാണ് എന്റെ ക്രൂശ്. ദൈവമേ എനിക്ക് കൃപ തരണം. ഇതുപോലെ പല കാര്യങ്ങളുണ്ട്, നിങ്ങൾ എടുത്തെടുത്ത് വെച്ച് നോക്കി, ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചില സ്ഥലത്ത് നല്ല മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ദൈവം പെട്ടെന്ന് പറയാം, സ്റ്റോപ്പ്, മിനിസ്ട്രി നിർത്ത്, അവിടെ നിർത്തിക്കോണം, പിന്നെ കഥയും ചോദ്യവും ഉത്തരവൊന്നും ഇല്ല അതിൻ്റെ അകത്ത്, നിർത്തിക്കോ, ദാറ്റ്സ് ഇറ്റ്. ഇതുപോലെ പല കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറയാം, തന്നെത്താനെ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. അല്ലാതെ പത്രോസ് പറയുന്ന പോലെ ലോകത്തിൻ്റെതോ മനുഷ്യന്റേതോ അല്ല അന്വേഷിക്കേണ്ടത്. ഞാൻ എന്നെ തന്നെ ഡിനായി ചെയ്യണം. നിങ്ങൾ നോക്കിയേ, ആ പെസഹായുടെ അന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതന്മാരെക്കാട്ടും എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച ഇത്ര വലിയ ദൈവം അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു സാധാരണ സെർവന്റായി, ഒരു വേലക്കാരനായി, വേലക്കാരിലും പല ഗ്രേഡുണ്ട്, അതിനകത്ത് ഏറ്റവും താഴ്ന്ന വേലക്കാരനാണ് ഒരുത്തൻ വീട്ടിലോട്ട് വരുമ്പോൾ അവന്റെ കാല് കഴുകുന്നു. ഇത്ര വലിയ ദൈവം തന്നെത്താനെ ത്യജിച്ച് തന്റെ സഭയുടെ, തന്റെ കൂട്ടുകാരുടെ കാല് കഴുകാൻ ഇറങ്ങി വന്നെങ്കിൽ
നമ്മളെ കൊണ്ട് എന്തുകൊണ്ട് അത് പറ്റുന്നില്ല? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വൈ? എന്തുകൊണ്ട് പറ്റുന്നില്ല? എന്താണ് നമ്മളെ ഇതിൽ നിന്ന് നമ്മളെ തടസ്സം നിർത്തുന്നത്? എന്തുവാ? അതിന്റെ പേരാണ് എന്റെ ജഡം, എന്റെ എന്താണ് എന്റെ പേര്, എന്റെ സൊസൈറ്റിയിൽ എന്റെ വില, എന്റെ എന്തൊക്കെയോ സംഭവം, ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള ഒരു ധാരണ. ചില ആൾക്കാർക്ക് നേരെ വിപരീതമായിട്ട്, ഞാൻ ഒന്നുമല്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന ചീത്ത കുടുംബത്തിലാണ് ജനിച്ചത്, അതുകൊണ്ട് എല്ലാവരും എന്നെ തള്ളും, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട. ലോകക്കാര് നമ്മൾ റിജക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒതുങ്ങി മാറുമല്ല ചെയ്യേണ്ടത്. ലോകക്കാര് നമ്മൾ പഴിക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. കർത്താവ് ചെയ്ത പണി നല്ല ഉത്സാഹത്തോടെ ചെയ്യാം. ലോകത്തിന്റെ അഭിപ്രായമോ ലോകത്തിൻ്റെതായിട്ടുള്ള ഇത് കേൾക്കാനല്ല ഞാൻ വന്നേക്കണം. നമ്മള് എല്ലാ രീതിയിലും ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കണം. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അതിലോട്ട് നമ്മൾ വരാം. അതാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കാൻ പോണത്. ഇനി വായിക്കാൻ അത് അടുത്തത്. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. ദൈവം നമ്മളെ സഹായിക്കും. ഞാൻ ഈ താഴ്ത്തിട്ട് വായിക്കട്ടെ. തന്നെത്താനെ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അടുത്ത ശ്രദ്ധിച്ചോണേ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ഇതെന്താ നമ്മൾ അറിയാത്തത്? നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണതല്ല. ആരെങ്കിലും തന്റെ ജീവൻ തന്നെത്താൻ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. അങ്ങനെ തന്നെ അവിടെ എഴുതി വെച്ചേക്കണേ. നീ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അധ്വാനിച്ച് നിന്റെ കാറും വീടും മാത്രം നോക്കി ജീവിച്ചാൽ അതിനെ നീ കളയും. യേശു അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, കളയും. ഇനി അടുത്ത വായിച്ചു. ആരെങ്കിലും തന്റെ ജീവനിച്ച് അതിനെ കളയും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. അവിടെയാണ് വിവിയൻ ചോദ്യത്തിന് മറുപടി. ആൾക്കാർ എന്നെ ഇൻസൾട്ട് ചെയ്താൽ, ആൾക്കാർ എന്നെ ഉപദ്രവിച്ചാൽ, ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയാം, എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. അപ്പൊ നമ്മൾ എന്താ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എന്റെ ജഡം പറയും, ഓ ഞാൻ കഴിഞ്ഞ ദിവസം ഒരുത്തന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് അവൻ ഊടുപാട് എന്നെ വഴക്ക് പറഞ്ഞു വിട്ടു, ഓ ഇനി എനിക്ക് ആരോട് സുവിശേഷം പറയാൻ പറ്റത്തില്ല. അതായത് ഞാൻ എന്റെ ജീവനെ രക്ഷിക്കുക, ഞാൻ എന്നെ തന്നെ കംഫർട്ട് സോണിലോട്ട് നിർത്തുക. അങ്ങനെയാണെങ്കിൽ നീ ആ ജീവൻ കളയുന്നതാണ്. നീ നിന്റെ ജഡത്തിന് താലോലിച്ച് മോഹിച്ച് നടക്കുവാണെങ്കിൽ അവസാനം അത് കൊണ്ടുപോയി ഒരു പരിവാക്കുന്നില്ല. അതേസമയം ഞാൻ കുഴപ്പമില്ല, എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ പിന്നെയും പോയി സുവിശേഷം പറയും, ഞാൻ പിന്നെയും ദൈവത്തിന്റെ കാര്യം പറയും. അപ്പൊ എനിക്ക് എന്റെ ജീവനെക്കാട്ടും വലുതാണ് എന്റെ ദൈവം. അങ്ങനെയുള്ളവന്റെ ജീവൻ ദൈവം കാക്കും. നമ്മൾ ഇതൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മറ്റു സമയത്തൊക്കെ ചുമ്മാ അങ്ങ് വായിച്ചു വിടുക അങ്ങോട്ട്. അങ്ങനെ ചെയ്യല്ലേ. ഇവിടെ നിർത്തി കർത്താവ് പറഞ്ഞത് അങ്ങ് പഠിക്കണം. ഓക്കെ, താഴത്തോട്ട് പറയാം. ഒരു മനുഷ്യൻ സർവലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ സർവലോകം നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 37. അല്ല, തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. അപ്പൊ ഇവിടെ പറയുന്നത്, നമ്മൾ നമ്മുടെ ജഡത്തിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നമ്മുടെ കംഫർട്ടിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നമ്മുടെ ജഡത്തിന് താലോലിച്ച് മോഹിച്ച് ഒതുങ്ങി അല്ല നിൽക്കേണ്ടത്. നമ്മൾ കർത്താവിന്റെ വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കർത്താവ് നമുക്ക് ക്രൂശ് വന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണം. അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് റോമാലേഖനം ഒന്ന് വായിക്കാം. ആദ്യം വായിക്കേണ്ടത് 8:17. ഞാൻ വായിക്കാം, ഞാൻ ക്ലോസ് ചെയ്യാണ്. 8:17 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതൊന്ന് വായിച്ചിട്ട് നമുക്ക് താഴത്തോട്ട് വായിക്കാം. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. അത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ അവകാശികളാണ്, കർത്താവിന്റെ അനുഗ്രഹങ്ങളും സ്വർഗീയമായ എല്ലാം കിട്ടും. അതുമാത്രമല്ല അവകാശം, താഴ്ത്തും കൂടെ കേട്ടോ, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ
കഷ്ടം അനുഭവിച്ചാൽ അത്ര. അതാ വലിയ താല്പര്യമൊന്നുമില്ല ആർക്കും, ഒരു താല്പര്യമില്ലാത്ത കാര്യം. ഈ കഷ്ടം അനുഭവിക്കുന്നതാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ ജഡത്തിന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാതെ കർത്താവിന്റെ വചനത്തിന് കീഴ്പ്പെട്ട് എളിമയുള്ളവനായി ഹമ്പിളായി ഞാൻ ജീവിക്കുന്നതാണ് എന്റെ വചനത്തിന് കീഴ്പ്പെടുന്നത് പറഞ്ഞത്. ഇനി ഇതിങ്ങനെ ജീവിക്കുന്നവർക്ക് വേണ്ടി ദൈവം എന്തും ചെയ്യും. അതാണ് 28 ഉള്ളത്. നമ്മൾ അത് വായിച്ച് അവസാനിപ്പിക്കുകയാണ്. റോമൻസ് ചാപ്റ്റർ 8:28 ഓൺവേർഡ്സ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പം എല്ലാം നന്മയ്ക്കായിട്ട് വ്യാപരിക്കുന്നു. ആർക്ക് വേണ്ടി? അവനെ തന്നെ ഡിനൈ ചെയ്ത് യേശു കർത്താവിന്റെ വഴി ഫോളോ ചെയ്യുവാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവം അത് കറക്കി തിരിച്ച് നന്മയ്ക്കാക്കി കൊണ്ടുതരും. അത് നമ്മൾ മറന്നു പോകരുത്. 29. അവൻ മുന്നറിഞ്ഞവനെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ എന്തോ ഈ പറയുന്നത്? അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുക. അപ്പൊ നമ്മുടെയൊക്കെ ചുമ്മാ സ്വർഗത്തിൽ കൊണ്ടുപോകല്ല നമ്മൾ. ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ദൈവത്തിന്റെ വലതുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നവിടത്ത് കൊണ്ടുപോയി ഇരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ആ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ 1 യോഹന്നാനിൽ പറയുന്നു, നമുക്ക് കൂട്ടായ്മയുള്ളത് ദൈവത്തോടാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉള്ള ആ കൂട്ടായ്മയിൽ ഒരു ദൂതന്മാരെ പോലും അതിൻ്റെ അകത്തോട്ട് ദൈവം ക്ഷണിച്ചിട്ടില്ല. ഒരൊറ്റ ദൂതന്മാരെ പോലും ക്ഷണിച്ചിട്ടില്ല. അപ്പൊ ആ കൂട്ടായ്മയിലോട്ട് എന്നെ ചേർക്കാൻ ദൈവം മുന്നമേ എന്നെ തിരഞ്ഞെടുത്തു. എന്നെ ദൈവം നീതീകരിച്ചു. ഇനി എന്നെ ദൈവം തേജസ്കരിക്കും. ആ വഴിയിലാ ഞാൻ നിൽക്കുന്നത്. അപ്പം ഇത്രയും കാര്യം ദൈവം എനിക്ക് വേണ്ടി ചെയ്തിട്ട്, ഒരു ചെറിയ കാര്യം, പിശാചിനെ ക്രൂശിൽ തോപ്പിച്ചു. എനിക്കെതിരെയുള്ള ലംഘനങ്ങൾ കർത്താവ് ചട്ടങ്ങളും എല്ലാം എന്റെ മധ്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. കംപ്ലീറ്റ് സാധനങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു. ഇനിയുള്ളത് എന്റെ ജഡം മാത്രമേ ഉള്ളൂ. ആ ജഡത്തിനെ ജയിക്കാൻ ദൈവം പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നു. എന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാം ദൈവം നന്മയ്ക്കാക്കി തീർക്കുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അല്പം മാത്രം, നീ ഒന്ന് നിന്നെ തന്നെ ഡിനൈ ചെയ്ത് യേശു ജീവിച്ചതുപോലെ ജീവിക്കാവോ? അത്രയും മാത്രം. ബാക്കി കംപ്ലീറ്റ് കാര്യം നമുക്ക് വേണ്ടി ചെയ്തു. ഞാൻ താഴത്തോട്ട് വായിക്കാം. സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിക്കും ഇരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറയാം. നമ്മൾ ദൈവം വിളിച്ചു, നമ്മളെ ജസ്റ്റിഫൈ ചെയ്തു, നമ്മൾ ഇനി ഗ്ലോറിഫൈ ചെയ്യും, തേജസ്കരിക്കും. ഓക്കെ, ഇനി താഴത്തോട്ട്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ഇത്രയും മനസ്സിലായ നിങ്ങളോട് പൗലോസ് പറയാ, ഇനി ഞാനിപ്പോ എന്താ പറയണ്ടേ? നിങ്ങളുടെ അടുത്ത് പറയാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാ? പിശാചാണോ? പിന്നെ ജഡമാണോ? പിന്നെ കഷ്ടമാണോ? പട്ടിണിയാണോ? ദുരിതമാണോ? ദുഃഖമാണോ? പീഡയാണോ? എന്താണ് നമുക്ക് പ്രതികൂലം? കാരണം ഒരു ത്രാസ് എടുത്തിട്ട് ദൈവം ഒരു സൈഡിൽ നിൽക്കുക നമ്മുടെ കൂടെ. ദൈവം നമുക്ക് അനുകൂലം. പിന്നെ നീ ലോകത്തിന്റെ എന്ത് വേണമെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയിട്ടോ. ദൂതന്മാരെയോ പിശാചിനെയോ വാഴ്ചയെയോ അധികാരത്തിനെയോ പോരാട്ടത്തിനെയോ എന്ത് വേണമെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ടോ. ദൈവം എനിക്ക് അനുകൂലമായിട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ത്രാസ് തന്നെ താന്നിരിക്കും. ഞാൻ താഴത്തോട്ട് വായിക്കാം. ഈ ദൈവം അനുകൂലമാണെന്നതിന്റെ തെളിവെന്താ? അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമല്ലോ. ദൈവം അനുകൂലമാണെന്നൊക്കെ പറയാൻ ബ്രദറെ, എന്റെ കഷ്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതിനുള്ള മറുപടിയാ താഴെ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നാൽ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കും. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടേ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്തും തരാൻ ദൈവം തയ്യാറാണ്. എന്തും ചെയ്യാൻ ദൈവം തയ്യാറാണ്.
നമ്മൾ തയ്യാറാണോ എന്നുള്ളത് അറിയേണ്ടത്. താഴ്ത്തോട്ട് ഞാൻ വായിക്കാം. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാ. അപ്പൊ നമുക്ക് തന്നെ ഉള്ളിലൊരു ബോധ്യം വരാനായിട്ടാണ്. പിശാച് പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം പറയും? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് ശിക്ഷിക്കും? ദൈവം നീതീകരിച്ചവരെ ശിക്ഷ വിധിക്കുന്നത് ആര്? ഒരൊറ്റൊരുത്തിനും പറ്റത്തില്ല. പിശാചുണ്ട്, പോരാട്ടം ഉണ്ടെന്നൊക്കെ പറയും. ഇത് കാണിച്ചു കൊടുക്കണം ബ്രദറെ, കയ്യിൽ വെച്ചാൽ മതി. അത് ഇവിടെ ഓടത്തില്ല. അത് കയ്യിൽ വെച്ചോ. ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ഇതൊക്കെ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, എന്റെ അടുത്ത് നടക്കില്ല എന്ന് മുഖത്ത് നോക്കി പറയണം. താഴത്തോട്ട്. ക്രിസ്തു യേശു അല്ലല്ല, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാ. ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. അപ്പൊ അടുത്ത് പറയാണ്, ഇനി എങ്ങാനും നീ പാപത്തിൽ വീണ് പോയാൽ, ഇനി എങ്ങാനും നീ ഒന്ന് തെറ്റിപ്പോയാൽ, അബദ്ധത്തില് ബ്രദറെ അറിയാതെ സംഭവിച്ച പേടിക്കണ്ട. അങ്ങനെ സംഭവിച്ചാൽ പോലും യേശു കർത്താവ് നമുക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാം. ഞാൻ ചോദിച്ചോട്ടെ, ഇനിയിപ്പൊ എന്താ പ്രശ്നം? എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്തു. ഇനി എങ്ങാനും പാപം ചെയ്തു പോയാൽ, എങ്ങാനും അബദ്ധത്തിൽ വീണ് പോയാൽ, അപ്പോഴും നീ പേടിക്കണ്ട. കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക, നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവമേ, ഇവൻ ഇന്ന പ്രശ്നം കൊണ്ട് വീണ് പോയതാ, അവനോട് ക്ഷമിക്കണം, അവന് പഴയതിനകത്തോട്ട് പിന്നെയും ചേർത്ത് നിർത്തണം. ഇത് സദാസമയവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മധ്യസ്ഥൻ നമുക്ക് വേണ്ടിയുണ്ട്. നമ്മൾ കരയരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാസ്റ്റർ ഇല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, എൻ്റെ വീട്ടിൽ ആരും പ്രാർത്ഥിക്കുന്നില്ല. ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. എടാ, യേശു കർത്താവ് നിനക്ക് വേണ്ടി മധ്യസ്ഥനായിട്ടുണ്ടെങ്കിൽ വേറെ ആരാ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ഇതൊന്നും ഒരു ന്യായീകരണമല്ല. ഇതൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇതൊക്കെ ശ്രദ്ധിച്ച് ഓരോ വരിയായിട്ട് വായിച്ചു നോക്കി നമ്മുടെ വിശ്വാസമൊക്കെ ഭയങ്കരമായിട്ട് വർദ്ധിക്കും. ഈ റോമാലേഖനം വായിച്ചിട്ടാണ് ഭയങ്കര വലിയ തിയോളജിയൻസ് ഒക്കെ ഉണ്ടായേക്കുന്നത്. ഈ സഭയുടെ ചരിത്രത്തിൽ വിപ്ലവങ്ങൾ ഉണ്ടായേക്കുന്നത് മുഴുവനും ഈ ബുക്ക് പ്രധാനമായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ. നമ്മൾ മറന്നുപോയത്. ഞാൻ താഴത്തോട്ട് വായിക്കാം. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ഇനിയാണ് പൗലോസ് പറയുന്ന ഭയങ്കര വലിയ സ്റ്റേറ്റ്മെന്റ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് പറയാണ്, ആർക്ക് എന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് മുറിച്ചു മാറ്റാൻ പറ്റും? ആർക്കും പറ്റത്തില്ല. ഞാൻ താഴത്തോട്ട് വായിക്കാം. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ഈ ലോകത്തിന്റെ ലിസ്റ്റുകളൊക്കെ അവിടെ എഴുതി വെച്ച്. ഇതാണല്ലോ നമുക്കറിയാവുന്നത്. നമ്മൾ ഇതിന്റെ അപ്പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. ഈ ലോകത്തിൽ കാണുന്ന ലിസ്റ്റ് അവിടെ എഴുതി. ഇനി നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. അത് പഴയ നിയമത്തിലൊരു പ്രോഫസിയാണ്. അപ്പൊ അവിടെ എഴുതി വെച്ചിരിക്കുക, യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് ഈ പിശാച് രാജാവായിട്ട് വാഴുന്ന ഈ ലോകത്തില് ഇതെല്ലാം സംഭവിക്കും. ദൈവത്തിന്റെ ഹിതപ്രകാരം ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ വീഴത്തില്ല. കർത്താവ് എന്റെ കയ്യിൽ പിടിച്ചിരിക്കുക. ലോകത്തിനുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് ഇനി പുറത്തുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കും. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ഇതൊന്നും നമ്മൾ വീഴ്ത്താൻ പാടില്ല. ഇതൊന്നും വീഴ്ത്താൻ പാടില്ല. ഇതിനകത്തെല്ലാം നമ്മൾ ജയം എടുക്കണം. ഇനി കൂടിയ റിലത്തിലുള്ള ആൾക്കാരുടെ പേരുകൾ പറയാൻ പോവാ. ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ. അപ്പൊ പൗലോസിന് അറിയാവുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ അങ്ങോട്ട് എഴുതി. ആദ്യം ലോകത്തിന്റെ കാര്യം എഴുതി, കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ നിന്ദയോ പരിഹാസമോ അത് എഴുതി. എന്നിട്ട് അടുത്ത സ്റ്റേജിലോട്ട് കയറിയിട്ട് പറയുകയാണ്, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ, ഇപ്പോഴൊന്ന് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടത്തിനോ
അല്ലെങ്കിൽ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും വന്നാലോ, ഇതിനൊന്നും ഞാൻ വായിക്കാം. ലോകത്തിലെ ഒരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതാണ് എൻ്റെ കോൺഫിഡൻസ്, അതാണ് എൻ്റെ വിശ്വാസം. ഇതെന്റെ ഉള്ളിൽ ജീവനായിട്ട് വ്യാപരിക്കുമ്പോൾ എനിക്ക് ജയകരമായിട്ടുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റും. എൻ്റെ കർത്താവ് എന്നോട് കൂടെ. ഒരൊറ്റ സാധനത്തിനും, നിങ്ങൾ പേര് പറഞ്ഞു, അതിനൊന്നും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നല്ല പ്രാഗൽഭ്യത്തോടുകൂടെ യേശു കർത്താവ് ജീവിച്ച മാതൃകയിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും. അതിന് എന്തെല്ലാം എനിക്ക് നേരിട്ടാലും എനിക്ക് കുഴപ്പമില്ല. അത് എന്തെല്ലാം എനിക്ക് സഹിക്കേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എൻ്റെ ജഡത്തിനെ ക്രൂശിച്ച് എന്നെ തന്നെ ഞാൻ ഡിനൈ ചെയ്ത് എന്നെ തന്നെ താഴ്ത്തി ഹമ്പിളാക്കി ഞാൻ മുന്നോട്ട് ജീവിക്കും. കർത്താവിന്റെ സുവിശേഷവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അതിന് ഒരു കോംപ്രമൈസും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇത് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ നാളെ ഞാൻ പാപത്തിൽ വീണുപോയി ബ്രദറെ, ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങ് വീണുപോയി, അങ്ങനെയൊന്നും പറയില്ല. ചുമ്മാ മണ്ടത്തരാണ് ഈ പറയുന്നത്. മഴ പെയ്യുമെന്ന് അറിയാമായിരുന്നിട്ടും കുട എടുക്കാതെ പോയിട്ട് നനഞ്ഞു പോയി ബ്രദറെ എന്ന് പറയില്ല. ആ ഒരു പ്രത്യേക വീഡിയോ കാണാനുള്ള സാഹചര്യം നിങ്ങൾ തന്നെ ഒരുക്കിയിട്ട് ഞാൻ കണ്ടുപോയതാ ബ്രദറെ എന്ന് പറയില്ല. കൂട്ടുകാർ കൂട്ടം കൂടി ഇരുന്ന് വൃത്തികേട് കാണിക്കുമ്പോൾ അതിന്റെ ഇടയിലോട്ട് അവർ വിളിക്കുമ്പോൾ തന്നെ നിനക്ക് അറിയാം അത് സംഭവിക്കുന്നുള്ളൂ. ഞാൻ അങ്ങ് പോയപ്പോ അങ്ങ് സംഭവിച്ചു പോയതാ ബ്രദറെ. അങ്ങനെ ചുമ്മാ എക്സ്ക്യൂസുകളൊന്നും പറയില്ല. ഇത്രയും പ്രൊവിഷൻ ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ഒരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. ഗുരുതരമായ പ്രശ്നം. നിങ്ങൾ ഇതുപോലെ പേഴ്സണൽ ചാലഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് എന്നെ ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ ഈ റോമാലേഖനം ഒന്നുകൂടെ ഒന്നിരുന്ന് വായിക്കുക, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്. എന്നെ ഫോൺ വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ 8ാം അധ്യായം കർത്താവ് ഇത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന കാര്യം മറന്നുപോയില്ല. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. മോനെ സാംസ പ്രാർത്ഥിക്കടാ, എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്വതന്ത്രം എല്ലാവർക്കും ക്ലാസ്സിൽ കൂടി വരാൻ സ്വതന്ത്രം ചെയ്യുന്ന എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ സാത്താനെ ശാസിക്കാനും ജലത്തെ ത്യജിക്കാനും ജലത്തെ ക്രൂശിക്കാനുമുള്ള ശക്തി ദൈവം തരാമെന്ന് ഈശ്വര പഠിപ്പിച്ചതുപോലെ നമ്മൾ ദൈവത്തിനെ മാതൃകയായി എടുക്കാനും ദൈവത്തിന്റെ കൂടെ സ്വർഗത്തിൽ ദൈവവുമായിട്ട് ഒരു ഫെലോഷിപ്പിൽ ആവാനും സഹായിക്കുന്നു. വരുന്ന ടെംപ്റ്റേഷൻസിനെയും എല്ലാം ത്യജിക്കാനും ക്രൂശിക്കാനും എല്ലാം സഹായിക്കുമേ. അങ്ങയുടെ ഹിതം പോലെ ജീവിക്കുവാനെല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ക്ലാസ്സിൽ കൂടി വന്നവരെല്ലാം ദൈവം ഓർത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാമേ അമേൻ അമേൻ. ഇതെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഉഗാണ്ടയിലുള്ള മിഷൻ ഓർഗനൈസേഷന്റെ ഒരു ക്ലാസ് ഉണ്ട്. ഈ സാറ്റർഡേ തൊട്ട് അടുത്ത 5 സാറ്റർഡേകളിൽ ഇംഗ്ലീഷിൽ ക്ലാസ് ഉണ്ടാകും. അത് ഡോക്ടർ മാത്യു പി കോശി എന്ന് പറഞ്ഞ ഒരു ദേവദാസനാണ്, കാനഡയിലുള്ള ദേവദാസനാണ്. അദ്ദേഹമാണ് ഇന്ത്യ മിഷനും സി ജി എമ്മും എല്ലാം സ്ഥാപിച്ചത് അദ്ദേഹത്തിലൂടെയാണ്. അപ്പൊ അദ്ദേഹം റോമാലേഖനത്തിന്റെ ഒരു ക്ലാസ് എടുക്കും, ഇംഗ്ലീഷിലാണ്, പ്രത്യേകം ഓർക്കണം. ഈ സാറ്റർഡേ 9 മണി തൊട്ട്. ലിങ്ക് ഞാനത് അയച്ചു തരാം. വേറൊരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്കിനകത്തായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേരണം. പിന്നെ ആരെങ്കിലും ഇംഗ്ലീഷിനകത്ത് ഇത് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ക്ഷണിക്കാം. ഇത് ഉഗാണ്ടയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ്, പക്ഷെ ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. നിങ്ങളൊന്ന് ഓർത്താൽ മതി. ഞാനത് ഫോർവേഡ് ചെയ്യാം, ഈ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പാസ്റ്ററെ, ചോദിച്ചാട്ടെ ദൈവനെ. ഞാനേ സുവിശേഷം എവിടെ പ്രസംഗിക്കുന്നതിനും നിരോധനം നേരിട്ടു. ഇപ്പം ഞാൻ കത്തോലിക്ക വിശ്വാസത്തിലോട്ട് തിരികെ പോകുന്നതായിരിക്കും നല്ലത് എന്ന് എന്റെ കാർന്നോര് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒത്തിരി നിന്ന കേൾക്കുന്നുണ്ട് പാസ്റ്ററെ. ഞാൻ ഇനിയിപ്പം കത്തോലിക്കയിലോട്ട്
തിരികെ പോയാലോ ആലോചിക്കുകയാണ്. മുമ്പിൽ ജ്ഞാനസ്നാനം ഏറ്റതാണ്. അതാണ് എനിക്ക് ആകെ ആശയക്കുഴപ്പമാണ് ബ്രദറെ. എനിക്ക് വിവാഹം വൈകി പോകുന്നു, ജോലിയില് ഞാൻ മുന്നേറ്റം നേടാനായിട്ട് വൈകി പോകുന്നു, ഇങ്ങനെയൊക്കെ ഞാൻ നേരിടുകയാണ് പാസ്റ്ററെ. എന്താ ഞാൻ ചെയ്യേണ്ടത്? ആ വിവന വിവന എന്ത് തോന്നുന്നു? എന്ത് ചെയ്യണതായിരിക്കും കറക്റ്റ്? മനസ്സിൽ എന്താണ് ആഗ്രഹം? എനിക്ക് പക്ഷെ സുവിശേഷം പ്രഘോഷിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ സുവിശേഷ പണ്ഡിതനല്ല. പണ്ഡിതനാവേണ്ട ആവശ്യമില്ല സുവിശേഷം പറയാനായിട്ട്. മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവരോട് ദൈവത്തെ കുറിച്ച് പറയുന്നതിൽ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും പഠിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ദൈവം അതിന് സഹായിക്കും. ഇവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ. വിവരം നല്ലൊരു തീരുമാനം ദൈവം കാണിച്ചു തരാനായിട്ട്. കേട്ടോ, ധൈര്യമായിട്ടിരിക്കെ, ദൈവം സഹായിക്കും. ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ശരി ശരി, വലിയ ഉപകാരം പാസ്റ്ററെ. ഗോഡ് ബ്ലസ് വിവനെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സംശയങ്ങൾ? ഡൗട്ട്. നമ്മൾ 1 പത്രോസ് 5:6 വായിച്ചില്ലേ? നമ്മളെ തക്ക സമയത്ത് ദൈവം ഉയർത്തുവാൻ വേണ്ടി നമ്മൾ താണിരിപ്പാൻ എന്നാണ് പറയുന്നത്. ഈ നമ്മളെ തക്ക സമയത്ത് ഉയർത്തുക എന്ന് പറയുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ്? ഉയർത്തുക എന്ന് പറയുന്നത് ലോകത്തിൻ്റെപരമായിട്ടുള്ള ഒരു ഉയർത്തലും അല്ലാതെ ആ കഷ്ടത്തിൽ നിന്ന് ദൈവം, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നീ ഒന്നും പ്രത്യേകിച്ച് ചെയ്യണ്ട. നീ ദൈവത്തിന്റെ കയ്യിൽ താണിരുന്നാൽ മതി. ദൈവം നിന്നെ ആ സമയത്ത് അതിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരും. ദൈവത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ പരിവം, ആ കാര്യം നീ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജഡത്തിന്റെ മേൽ ജയം എടുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരും. അതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വേറെ ഓക്കെ, ബൈ അഖിലെ. വേറെ ലോകത്തിന്റെ ഉയർച്ച എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ തെറ്റാണത്. അങ്ങനെ അല്ല അവിടുത്തെ ഒരർത്ഥം. കാരണം അങ്ങനെയാണ് ഒട്ടുമിക്ക എല്ലാ ഭാഷമാരും അതെ, അങ്ങനെയാണെങ്കിൽ ബാക്കി മുഴുവനും തെറ്റും. ഈ പറഞ്ഞു വന്നത് മുഴുവനും തെറ്റും. യേശു പഠിപ്പിച്ചത് മുഴുവനും തെറ്റും. അച്ഛാ, ക്രിസ്തുവിന്റെ സ്നേഹം അത് എങ്ങനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്? ലൈക്ക് നമുക്കിപ്പോ പലരുമായിട്ടും പല രീതിയിലുള്ള ഡിഫറൻസസ് ഉണ്ടായി. ഇപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരാളുമായിട്ട് എത്രത്തോളം നമ്മൾ സമാധാനത്തോടെ പോകാൻ നോക്കുന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ എത്ര താഴ്ന്നു കൊടുത്താലും അത്രയും നമ്മുടെ തലയുടെ മേളിൽ കയറി ആ വ്യക്തി കിടന്ന് നിരങ്ങുക. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്? ഹൗ ഡു വി സ്റ്റിൽ ഷോ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ഡു വി അവോയ്ഡ്? അത് നമ്മൾ അങ്ങനെയല്ല ഒരിക്കലും ചെയ്യല്ലത്. അവോയ്ഡ് ചെയ്യല്ലേ. നമ്മൾ സ്വാഭാവികമായിട്ടും സാധാരണ പോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി. പക്ഷെ ഇത് പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മള് ദൈവസ്നേഹം എക്സ്പീരിയൻസ് ചെയ്യണം നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ. അതായത് നമ്മൾ ആരാധിക്കുകയും ആ ക്രൂശിനെ ധ്യാനിക്കുകയും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ലാത്ത ഒരു പോയിന്റിലോട്ട് നമ്മൾ വരും. നമ്മൾ വളരെ ആ ഒരു ഭാഗം നമ്മൾ ലാക്ക് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ഭയങ്കര വലിയ പ്രശ്നമായിട്ട് വരുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവെ ആ ക്രൂശിലെ സ്നേഹം നമ്മൾ ധ്യാനിക്കുകയും ക്രൂശിനെ ധ്യാനിക്കുകയും ചെയ്യണം. യേശു കർത്താവ് ചെയ്ത ആ കഷ്ടതയല്ല. ഇപ്പൊ ദൈവസ്നേഹം നമ്മളിലേക്ക് ദൈവം പകരും. ഇത് പകർന്നു കഴിയുമ്പോൾ ഇങ്ങനത്തെ ഇതൊന്നും ഒരു വിഷയമേ അല്ലാണ്ടാവും. ആൾക്കാർ നമ്മൾ എത്ര നിന്ദിച്ചാലും, എത്ര നമ്മളെ തലയിൽ കയറി നമ്മൾ ഒഴിവാക്കുകയും പീഡിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്താൽ പോലും നമുക്ക് അതിനകത്ത് സന്തോഷത്തോടെ നിൽക്കാൻ പറ്റും. ഞാൻ ഇന്ന് പഠിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരാളെ ദൈവം അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം എന്തൊക്കെയോ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ നമ്മളെ കുറ്റം മാത്രം പറയുന്ന ഒരാളായിരിക്കും. അവര് പറഞ്ഞോട്ടെ, അതവിടെ നിർത്തിയിരിക്കുന്നത് ദൈവം എന്തോ നമ്മളെ പഠിപ്പിക്കുക. ചിലപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലും നീ സ്നേഹിക്കണം എന്നായിരിക്കും ദൈവം പഠിപ്പിക്കുന്നത്. കാരണം നമ്മളെ സ്നേഹിക്കുന്നത് തിരിച്ചു സ്നേഹിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
പക്ഷെ ഇതുപോലെ ക്യാരക്ടേഴ്സിനെ എങ്ങനെ സ്നേഹിക്കും? അപ്പൊ നമ്മളിൽ നിന്ന് സ്നേഹം വരത്തില്ല. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്നിൽ സ്നേഹം ഇല്ല എന്നുള്ള കാര്യം. അപ്പം അതൊക്കെ പഠിപ്പിക്കാനായിരിക്കും ചിലപ്പോ അങ്ങനെ വെച്ചേക്കുന്നത് ചില ക്യാരക്ടേഴ്സ് നമ്മുടെ ജീവിതത്തിൽ. അങ്ങനല്ല, സ്നേഹമുണ്ട്, പക്ഷെ ഒരു പ്രയാസവും അതിന്റെ കൂടെ ഉണ്ട്. അതായത് അത് ആ വരത്തില്ല. സ്നേഹം എനിക്ക് ആ പ്രയാസം മാറും. കാരണം നീ ഒന്ന് ഓർത്ത് നോക്കി, യൂദേനെ യേശു കൊണ്ട് നടക്കുക. ഇവന് ഒറ്റ എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. യേശുവിന് സ്നേഹിക്കാൻ പറ്റുമോ യൂദേനെ? യേശു സ്നേഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്നേഹിക്കണം എന്നുള്ള കൽപ്പന യേശുവിന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതായിരിക്കണം ഞാൻ പറഞ്ഞ ക്രൂശിനെ ധ്യാനിക്കണം. അപ്പൊ ആ ക്രൂശില് നീ ഒന്ന് ഓർത്ത് നോക്കിയേ, ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ, എന്റെ കൈകൊണ്ട് മെനഞ്ഞ മനുഷ്യൻ, ഞാൻ ജീവശ്വാസം ഊതിയ മനുഷ്യൻ, ആ മനുഷ്യൻ എന്നെ ചാട്ട കൊണ്ട് അടിക്കുന്നു. ആ മനുഷ്യൻ എന്റെ കൈ ആണി കൊണ്ട് തറയ്ക്കുന്നു. എന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കുക അവിടെ, അവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഈ മനുഷ്യൻ കുന്തം കൊണ്ട് എന്റെ മാറ് കുത്തുന്നു. ഈ മനുഷ്യൻ താഴ്ത്തി നിന്നിട്ട് അവൻ അറിയാവുന്ന എല്ലാ ഭാഷയിലും എന്നെ തെറി വിളിക്കും. എന്നിട്ടും ക്രൂശിലിരുന്നിട്ട് ദൈവം പറയാണ്, പിതാവ് ഇവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ, അവരോട് ക്ഷമിക്കണം. അപ്പൊ പിന്നെ അതെന്തായിരിക്കും ആ കാര്യം? അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. അത് ധ്യാനിക്കുമ്പോ സ്നേഹമുണ്ട്, നീ പറഞ്ഞത് അത് മാറിപ്പോകും നിന്റെ ഉള്ളിൽ. അത് എനിക്കുള്ള കാര്യമാണ്, എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. നീ ആയതുകൊണ്ട് അത് തുറന്നു പറഞ്ഞു, ഇറ്റ്സ് വെരി ഗുഡ്. ബട്ട് ആ സാധനം മാറി ഒരു ഒരു അഗാപ്പെ സ്നേഹം എന്ന് പറഞ്ഞ ആ സ്നേഹം വരും. ഇത് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഞാനത് പറയുന്നില്ല. ജീവിതത്തിൽ വേറെ കുറെ ആൾക്കാരെ കൊണ്ടുതരും. ഈ സ്നേഹം നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് വരെ ദൈവം ഇതൊക്കെ വേറെ വേറെ ആൾക്കാരെ കൊണ്ടുതരും. അപ്പം നമ്മൾ കർത്താവ് എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ സഹായിക്കണം. ആ ഒരു നിസ്സഹായതയുടെ പോയിന്റിൽ ദൈവസന്നിധിയിൽ ഇരിക്കുകയും ആ ക്രൂശിനെ നമ്മൾ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് സഹായിക്കും. അത് മനസ്സിലാവും, പക്ഷെ അത് മനസ്സിലാവും, പ്രായോഗികമായിട്ട് പ്രാക്ടിക്കൽ ആവൂല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാരണം ഇപ്പൊ ചിലപ്പോ ഞാൻ ഒരു തീരുമാനം അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ പിന്നീട് നേരിട്ട് ആ വ്യക്തിയെ കാണുമ്പോൾ അവിടാണ് ഇതെല്ലാം മാറുന്നത്. അതായത് അതാണ് ആഹ് നീ പറഞ്ഞു, നേരിട്ട് കാണുമ്പോ അപ്പൊ സ്നേഹം വരുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം അല്ല, അതല്ല, അങ്ങനല്ല. സ്നേഹമുണ്ട്, പക്ഷെ ഉള്ളിലൊരു അതായത് മൊത്തത്തിൽ വിട്ടു മാറിയിട്ടില്ല. മാറിയിട്ടില്ല. കറക്റ്റ്. അവിടെയാണ് ഡെലിവറൻസ് വേണ്ടത്. അവിടെയാണ് വിടുതൽ ശുശ്രൂഷയുടെ ആവശ്യം വേണ്ടത്. ഇവിടുന്ന് വിടുവിക്കാൻ നിന്നെ ഏത് പാസ്റ്റർ വരും? ഒരു പാസ്റ്ററിനും പറ്റത്തില്ല. പിടികിട്ടുന്നോ? അപ്പൊ നിനക്കറിയാം എന്ത് വേണം എന്നുള്ളത്, പക്ഷെ നിനക്കത് കിട്ടുന്നില്ല. കറക്റ്റ് അല്ലേ? നീ നിസ്സഹായനാണ്. എന്താണ് ദൗർഭാഗ്യം, അങ്ങനെയല്ല പറയുന്നത്, നിസ്സഹായം, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ നിനക്ക് അറിയാം അതല്ല ചെയ്യേണ്ടത്. അവിടെ നീ കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കും. കർത്താവ് എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കാതെ എന്നെ വിട്ടു പോകരുത് എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുക. ദൈവം ഇതിനകത്ത് ഇപ്പൊ സഹായിക്കും. ഇപ്പൊ എന്തായാലും സാംസണും ബെൻസിനും ഉള്ള ഇവർക്കും അറിയാം ഞാൻ ആരെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. കാരണം അത് സഭയിലുള്ള ഒരു വ്യക്തിയാ. അപ്പോ ഇവർക്കും ആ സെയിം പ്രശ്നം ഉണ്ട് ഈ വ്യക്തിയോട്. അത് നമ്മൾ എങ്ങനെ, അതായത് നമുക്ക് ആ ഒരു പ്രശ്നം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല. കാരണം നമ്മളെല്ലാവരും കർത്തൃമേശ എടുക്കുന്ന സമയത്ത് ഈ പ്രയാസം ഉണ്ട്. പക്ഷെ അത് എങ്ങനെ തരണം ചെയ്യും? ആ വ്യക്തിയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിലും നമുക്ക് ആ പ്രയാസം എന്തുകൊണ്ടാ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ സ്നേഹം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? ഉണ്ട്, സ്നേഹമുണ്ട്. സ്നേഹം ഉണ്ടെങ്കിൽ എങ്ങനെ പ്രയാസം വരണം? ആ വ്യക്തിയുടെ ചില സമയത്ത് പെരുമാറ്റം, അല്ലെങ്കിൽ എപ്പോഴൊക്കെ ആണെങ്കിലും ആ പെരുമാറ്റത്തിൽ നമുക്ക് തിരിച്ച് ആ ഒരു ആൻസർ കിട്ടുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. ഒരു ബുദ്ധിമാന്യമുള്ള ഒരാള് നിന്നെ കീപ് ഓൺ ഡിസ്റ്റർബിങ്, അങ്ങനെ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുത്തിയ നീ എന്ത് ചെയ്യും?
അതല്ല കർത്താവ് പഠിപ്പിച്ചത്. അവൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അവനെ സ്നേഹിക്കാൻ പറ്റണം. തികഞ്ഞ സ്നേഹം, ഒരല്പം പോലും പ്രശ്നമില്ലാണ്ട്. ദൈവം അത് തന്നെയാ ഉദ്ദേശിച്ചത്. ഇനി ഞാൻ തിരിച്ചു പറയാം. നമ്മൾ ദൈവത്തിന് എത്ര പ്രാവശ്യം വിഷമിപ്പിച്ചിട്ടുണ്ട്. ദൈവം ഇത് തന്നെ നമ്മളോട് ദൈവം ഇപ്പൊ വേറൊരു ദൂതനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, യേശു കർത്താവ് ഒരു ദൂതനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇത് തന്നെയായിരിക്കും പറയുന്നത്. ആ വിൽസൺ എപ്പോ നോക്കിയാലും പ്രശ്ന, പുള്ളിനെ എത്ര ചെയ്തിട്ട് ശരിയാവുന്നില്ല. ഇത് തന്നെ അവിടെയും പറയത്തുള്ളൂ. പിടിയിടുന്ന ഞാൻ ഈ പറയണത്. ആ. അപ്പം നമുക്ക് അറിയത്തില്ല ഞാൻ എത്രത്തോളം ദൈവത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എത്രത്തോളം ദൈവത്തെ പ്രയാസപ്പെടുത്തുന്നു എന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. അതുപോലെയാണ് നീ പറഞ്ഞ ആ വ്യക്തി മറ്റുള്ളവരെ എത്രത്തോളം പ്രയാസപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ആ പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ദൈവം എന്തായിരിക്കും എന്നോട് ചെയ്യുന്നത്? ദൈവം പിന്നെയും ക്ഷമിച്ച്, ദൈവം എന്നെ പിന്നെയും സ്നേഹിച്ച്, എനിക്ക് വേണ്ടുന്നതിൽ അധികം എനിക്ക് നൽകി, ദൈവം പിന്നെയും പിന്നെ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. നിങ്ങളും അത് തന്നെ ചെയ്യണം. ചർച്ചിൽ പോകുന്നിടത്തോളം, ചർച്ച വിട്ടു പോയാലും നിങ്ങൾ അത് തന്നെ ചെയ്യണം. ഉം. ഒരു ചാൻസ് ഇല്ല ജോയില. വേറെ ഒന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു വകുപ്പും അവർക്ക് പുള്ളിക്ക് പ്രാർത്ഥിക്കും. മനസ്സിലായി സാംസൺ, ഈ കാര്യം പിടിയിട്ടു. ഒന്നല്ലെങ്കിൽ ഇത് പറയും, അല്ലെങ്കിൽ ചില ആൾക്കാർ സയൻസ് പറയും, ചില ആൾക്കാർ ദൈവം ഇല്ല എന്ന് പറയും, ചില ഇതെല്ലാം ആൾക്കാർ പല പറഞ്ഞിട്ടുണ്ട്. എക്സ്ക്യൂസസും പറയും, പല എക്സ്ക്യൂസും ഇതെല്ലാം പറയും. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ആൾക്കാർ നമ്മൾ സുവിശേഷമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞ് ഇതിനെ ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, അവർ എന്ത് പറഞ്ഞാലും തിരിച്ചു മടക്കി ഇവിടെ കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ദൈവം ഇല്ല അല്ലെങ്കിൽ ബൈബിൾ തെറ്റാന്നൊക്കെ പറയും. അപ്പൊ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി അവരുടെ അടുത്ത്. അത് വേറൊരു ടോപ്പിക്കാണ്, വേറൊരു ഡിസ്കഷനാണ്. ഞാൻ അത് പ്രൂവ് ചെയ്ത് തരാം. ഓക്കെ, ഞാൻ അത് പ്രൂവ് ചെയ്താൽ നീ യേശുവിനെ അംഗീകരിക്കും. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിന്നെ ഇതിനകത്ത് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കണം. അപ്പൊ പറയും വേറെ പ്രശ്നങ്ങളില്ല, ഇത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ അത് പ്രൂവ് ചെയ്യാം. അപ്പൊ അടുത്ത ചോദ്യം, ഞാൻ അത് പ്രൂവ് ചെയ്താൽ നീ യേശുവിനെ അംഗീകരിക്കും? യേശുവിനെ അംഗീകരിക്കാം. യേശുവിനെ നീ എന്തിന് അംഗീകരിക്കണം എന്ന് ചോദിക്കണം. അപ്പൊ അവൻ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞാൽ അവൻ ആ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നു. പക്ഷെ അവൻ മറുപടി പറയാണ്, യേശുവിനെ നീ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അംഗീകരിക്കാം. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവന് എന്താണ് പാപം, എന്താണ് യേശു ചെയ്തതും പാപത്തിന്റെ ശിക്ഷ എന്താണെന്ന് അവന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് പറയണം, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ഒരുപോലെ ദൈവത്തിന്റെ ക്രോധത്തിന് അർഹരായിട്ടിരിക്കുകയാണ്. ഒരൊറ്റ ജീവനേ ഉള്ളൂ. ആ ജീവനില് നീ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിനെ കണ്ടുമുട്ടിയില്ല എങ്കിൽ നീ നിത്യനരകത്തിലോട്ട് പോകും. അതിൽ നിന്ന് ആർക്കും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. അവിടെ നീ ഇത്രയും ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. യേശു മാത്രമാണ് നിനക്ക് വേണ്ടി മരിച്ചത്. ആ യേശുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ കാര്യം വളരെ കൃത്യമായിട്ട് പറയണം. ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. പാപത്തിന്റെ സിംറ്റംസ് നീ ഹൈലൈറ്റ് ചെയ്ത് പറയണം. അത് ഭയങ്കര വലുതായിട്ട് പറയണം. അതായത് നിന്നിൽ പാപം ഉള്ളത് കൊണ്ടാണ് നീ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ലോകത്തിലോട്ട് നോക്കിയിട്ട് പറയാം, ലോകത്തിന്റെ പാപം, ലോകത്തില് ഓരോരുത്തർ പാപം ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അതിന്റെ ഒരു റെമഡി, അതിന്റെ ഒരു സൊല്യൂഷൻ യേശു ആണെന്നുള്ള പോയിന്റിൽ എത്തണം. അപ്പം അതാണ് നീ അത് പ്രാക്ടീസ് ചെയ്യും സാംസ. അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ നിനക്കൊരു ഐഡിയ കിട്ടും. ഇവിടെ നല്ലൊരു പോയിന്റ് ആണ് ഈ ക്യാമ്പസ് എന്ന് പറയുന്നത്. അപ്പൊ അവർ എന്തൊക്കെ പറഞ്ഞാലും തിരിച്ച് അവനെ കറക്റ്റ് ഇവിടെ കൊണ്ടുവരണം. പല കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അവരുടെ അടുത്ത് ക്ലിയർ ആയിട്ട് കേൾക്കണം, അതാണോ നിന്നെ യേശുവിൽ വിശ്വസിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത്? അപ്പൊ അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അതാണെങ്കിൽ അതിനുള്ളൊരു ഉത്തരം ഞാൻ തരാം. പക്ഷെ അത് പറഞ്ഞാൽ നീ യേശുവിനെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വിശ്വസിക്കും? വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അവന്റെ അടുത്ത് പറയണം, അപ്പൊ നിനക്ക് ഇതല്ല കാര്യം, നീ ചുമ്മാ എക്സ്ക്യൂസ് പറയുന്ന ആ കാര്യങ്ങളൊക്കെ ചുമ്മാ എക്സ്ക്യൂസ് പറയുന്ന. ഇത് തന്നെയാണ് പാപത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ മതി. ദൈവത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, ദൈവം പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഇത് തന്നെയാണ് പാപത്തിന്റെ സിംറ്റം.
അപ്പം അങ്ങനെ നീ ക്ലോസ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കണം. ക്ലിയർ ആണോ സംസ? ആ അതൊക്കെ മനസ്സിലായി. പക്ഷെ ഇവിടെ പിന്നെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. അവരെന്നോട് ആ പറയുന്നത്, ഞാൻ എന്റെ ജീവിതത്തിൽ കുറെ ക്രിസ്ത്യൻസിനെ കണ്ടിട്ടുണ്ട്, ഇവരൊന്നും ഇങ്ങനെ അല്ലല്ലോ. പിന്നെ എന്നെന്തായിരുന്നു എന്നോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. ശ്ശോ, ഞാൻ മറന്നുപോയി. ആ നീ നീ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിൽക്കുന്നത്, അപ്പൊ നീ ഏതെങ്കിലും പണ്ഡിതനായിരിക്കും, അല്ലെങ്കിൽ നീ ഏതെങ്കിലും പ്രീസ്റ്റ് ആയിരിക്കും, അച്ചപ്പട്ടത്തിന് പഠിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. അത് നീ മാത്രമേ ഉള്ളൂ, ഞാൻ ഇതുവരെ ഒരു ക്രിസ്ത്യൻസിനെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഓക്കെ, അതൊന്നും അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞുതരാം. ഓരോരോ എക്സ്ക്യൂസാ. അപ്പൊ അതാണ് ഈ പറഞ്ഞ അവർ വേറെ കാര്യങ്ങൾ പറയാം. അപ്പൊ അവരുടെ അടുത്തും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. നീ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറെ കണ്ടു. ഓക്കെ, ആ ഡോക്ടർ തന്ന മരുന്ന് നിനക്ക് നല്ലതിന് പകരം ചീത്തയാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ എന്നിട്ട് നീ വേറെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോ ശരിയായി. അതിന്റെ അർത്ഥം എല്ലാ ഡോക്ടർമാരും കൊള്ളൂല എന്നുള്ളതാണോ എന്ന് ചോദിക്കണം. ഓക്കെ, അത് ഡോക്ടർമാര് കൊള്ളൂത്താത്തോണ്ടല്ല, എഴുതിയ മരുന്നിന്റെ പ്രശ്നമാണ്. ഓക്കെ, അതാണ് അതിനുള്ള ഉത്തരം. അപ്പം നീ കണ്ടേക്കണ ക്രിസ്ത്യാനികളെല്ലാം വേറെ വഴിക്ക് ജീവിച്ചു എന്ന് വിചാരിച്ച് മരുന്നിന് പ്രശ്നമൊന്നുമില്ല, പ്രശ്നം ഡോക്ടർമാർക്ക്. മരുന്ന് സെയിമാണ്. അപ്പൊ ഇതുപോലെ പല മറുപടികളും ഉണ്ട്. അതാണ് പറഞ്ഞത്, നീ അതിങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ നിനക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് എവിടെയാണെന്നുള്ളത്. അപ്പം അവരുടെ ട്രാക്കിനകത്തോട്ട് വീഴാതെ അവരുടെ അടുത്ത് ചോദിക്കണം. ഓക്കെ, നിനക്ക് ഞാൻ ഇതിനുള്ള ഒരു മറുപടി പറഞ്ഞാൽ നീ ഞാൻ പറയുന്നത് വിശ്വസിക്കോ ഇല്ലേ? വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ ശരി, മറുപടി പറയാം. ഇല്ലെങ്കിൽ ചുമ്മാ അവരിങ്ങനെ ഇന്നും നാളെ മറ്റന്നാൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പിടിയിട്ടോ സംസ, ട്രൈ ആ ചെയ്ത് നോക്ക്. ആ കിട്ടി കിട്ടി. Yes, നീ yes. ഇങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഞാൻ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്റെ നമ്പർ ഉണ്ട്, നീ ചുമ്മാ വിട്ടോ. എനിക്ക് അറിയാവുന്ന ലോജിക്കൽ ആൻസേഴ്സ് ഒക്കെ ഞാൻ പറയാം. ഇല്ലെങ്കിൽ നീ ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടോ, ആരെങ്കിലും നിന്നെ സഹായിക്കും. പിടിയിട്ടു ഇത് അറിയട്ടെ. ഇതാണല്ലോ നമ്മൾ ഗ്രൂപ്പ് കൊണ്ടുപോയി വെച്ചേക്കണേ, അല്ല ചുമ്മാ ബൈബിൾ ക്ലാസിന്റെ കാര്യം പറയാനല്ല അല്ലല്ലോ. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആരെങ്കിലും ഇതിനുള്ളൊരു മറുപടി തരാമോ എന്ന് ചുമ്മാ അങ്ങനെ ടൈപ്പ് ചെയ്തിട്ടു. അപ്പൊ അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ചെയ്യും. നല്ല ഹെൽത്തി കോൺവെർസേഷനാണ്. താങ്ക് യു. അതെ. ഗുഡ്, ദൈവം അനുഗ്രഹിക്കട്ടെ. യെസ്. ആ ഒരു ലാസ്റ്റ് ഡൗട്ട്. ഈസ് ഇറ്റ് ഓക്കെ ടു ബി ഇൻ എ റിലേഷൻഷിപ്പ് ആസ് എ ക്രിസ്ത്യൻ? അതൊരു പ്രശ്നമാണ്, അപകടകരമായ ഒരു ചോദ്യമാണ്. റിലേഷൻഷിപ്പില് ആകാം, കുഴപ്പമില്ല. പ്രശ്നമുണ്ട് അതിൻ്റെ അകത്ത്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ റിലേഷൻ നീ കണ്ടുപിടിച്ചതാണോ ദൈവം നിനക്ക് തന്നതാണോ, ഇതൊരു ചോദ്യം വരും. ആ ചോദ്യം ഭയങ്കര വലിയ ചോദ്യമായിരിക്കും. അപ്പൊ അതിന് നീ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നുള്ളത്. എനിക്ക് റിലേഷൻ ഉണ്ടായിട്ടുണ്ട്, ഞാൻ കല്യാണത്തിന്റെ വക്കിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞു, ദൈവമേ എനിക്ക് പറഞ്ഞു തരണം ദൈവത്തിന്റെ ഹിതമാണോ അല്ലയോ. ബൈബിളിൽ ഇത്തിരി വാക്യങ്ങളുണ്ട് അതിനെ ഫേവർ ചെയ്തുകൊണ്ട്. എനിക്ക് ഇത് ഈ ബുക്ക് കാണാവോ കാണാവോ? ഇല്ല, ഇത് വായിച്ചിട്ടുണ്ടോ നീ? ഇല്ല. ഇത് എനിക്ക് ഡെറിക് പ്രിൻസിന്റെ ഗോഡ് ഈസ് എ മാച്ച് മേക്കർ എന്നുള്ളൊരു ബുക്കാണ്. ഇതിന്റെ PDF ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് കല്യാണത്തിന് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. ഈ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല, ഇതിന്റെ PDF ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് പറയുന്നതും പുള്ളി എങ്ങനെയാണ് പുള്ളിക്കാരന്റെ പാർട്ട്ണറെ കണ്ടത്, അതെങ്ങനെ പുള്ളി ഒരു ഡിസിഷനിൽ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറയുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തത്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞത് ഒബേ യുവർ പാരന്റ്സ്. എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, നിന്റെ അടുത്ത് പറയുമെന്ന് ഞാൻ പറയത്തില്ല. ഒബേ യുവർ പാരന്റ്സ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ വിഷയമായിട്ട് പാരന്റ്സിന്റെ അടുത്തോട്ട് പോയി. പാരന്റ്സ് പറഞ്ഞു നടക്കില്ല, ഫൈൻ, ചാപ്റ്റർ ക്ലോസ്. ഓക്കെ, ഇനി ഒരു കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് പാരന്റ്സ് പറഞ്ഞു, നീ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് നീ കണ്ടുപിടിക്കുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടുപിടിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ദൈവസന്നിധിയിൽ കുറെ നാൾ കഴിഞ്ഞിട്ടോ, ഇത് ഒരു ദിവസം കൊണ്ട് നടന്നാന്ന് പറയല്ലേ, വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ഒരാളുടെ മുഖം കാണിച്ചില്ല, പക്ഷെ അയാളുടെ സ്പെസിഫിക്കേഷൻ എന്നൊക്കെ പറയില്ലേ, പൊക്കം, മുടിയുടെ നീളം, ഇതെല്ലാം കാണിച്ചു തന്നു. അപ്പൊ ഞാൻ ഈ ഓൺലൈനിൽ ഇത് മാട്രിമണി, ഏതോ ഒരു മാട്രിമണി അതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആളെ കിട്ടി. ആ ആളെ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല. ഞാൻ നേരിട്ട് കാണുന്നത് എൻ്റെ എൻഗേജ്മെന്റിന്റെ അന്ന്, നേരിട്ട് പോലും കണ്ടിട്ടില്ല. എൻഗേജ്മെന്റ് അന്ന് കാണുന്നു, 2 ദിവസം കഴിഞ്ഞ് കല്യാണം.
അപ്പം എനിക്ക് അത്ര കോൺഫിഡന്റ് ആയിരുന്നു ഇത് ദൈവം തന്നതാണെന്നുള്ള കാര്യം. ഓക്കെ, നീ ചോദിച്ചോ ഇനി. ഇല്ല നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ, അതായത് അതാണ് ദൈവം പലപ്പോഴും തന്ന കൺഫ്യൂഷനാണ് ഇതിനകത്ത്. ഇങ്ങനെ ഒരു സംഭവത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വിധത്തിലും പുറത്തു വരാൻ പറ്റത്തില്ല, ജാമായി പോകും. ആര് പറഞ്ഞാലും നമ്മൾ അതിന്റെ കൗണ്ടർ സാധനങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നീ തന്നെ ദൈവമായിട്ടൊരു ക്ലാരിറ്റിയിൽ വരണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ പറയാം, കേരളത്തിൽ മാത്രമേ ഉള്ളൂ സാധാരണ രീതിയിൽ നമ്മുടെ പാർട്ട്ണറിനെ കണ്ടുപിടിക്കുകയും കല്യാണത്തിനോട്ട് പോവുകയും ചെയ്യുന്നതിലൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അത് ഓപ്പൺ ആണത്, അതൊരു വിഷയമുള്ള കാര്യമില്ല. പക്ഷെ ബിബ്ലിക്കലി എന്റെ പാർട്ട്ണറിനെ കണ്ടുപിടിക്കേണ്ട ദൈവമാണ്. അപ്പൊ നമ്മൾ ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ദൈവം ആ റിലേഷൻ കൊണ്ട് തരും നമുക്ക്. അപ്പൊ അത് ഇപ്പൊ പാരന്റ്സ് കാണുന്നതിന് മുമ്പ് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ പരിചയപ്പെട്ടു, എന്നിട്ട് പാരന്റ്സിനോട് അപ്രൂവ് ചെയ്ത് പറഞ്ഞപ്പോൾ അവരും സമ്മതിച്ചു, അപ്പൊ മുന്നോട്ട് അങ്ങനെ കല്യാണം കഴിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. നമ്മൾ പഴയ ഓർത്തഡോക്സ് ചിന്താഗതിയിലൊന്നും പോവല്ലേ. അതൊന്നൊരു വിഷയമുള്ള കേസല്ല അതിനകത്ത്. കാരണം അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനുള്ള പലരോടും ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പൊ ആ അവരെല്ലാം പറയുന്നത് ഇത് എനിക്ക് ഉറപ്പായി ഇത് ദൈവമായിട്ട് അയച്ചതാ, എന്റെ ജീവിതത്തിൽ ഒരുപാട് സമാധാനമുണ്ട്, ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് വളരുന്നുണ്ട്, ഓക്കെ. അവൾ എനിക്ക് വേണ്ടി അപ്പം അതാ പ്രാർത്ഥിക്കുന്നുണ്ട്. പറഞ്ഞേ, സി അതാണല്ലോ നീ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഞാനത് തെറ്റാണെന്ന് പറയത്തില്ല, പക്ഷെ ഫുള്ളി ഞാൻ എഗ്രിയും ചെയ്യത്തില്ല. അത് ദൈവം അപ്രൂവ് ചെയ്തതാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും അതിൻ്റെ അകത്ത്. ദൈവം അപ്രൂവ് ചെയ്തിരിക്കുന്നു എന്ന് നിനക്ക് ഉറപ്പുണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയാം. ആദമിന്റെ വാരിയല് എടുത്തിട്ടാണ് ഹവ്വേനെ ഉണ്ടാക്കിയത്. ഓക്കെ, റൈറ്റ്? അപ്പൊ ആദമിന്റെ വാരിയലിന് ഒരു അളവുണ്ട്, ആ അളവ് അതുപോലെ ഹവ്വയ്ക്കകത്തുണ്ട്. ഓക്കെ, ഇപ്പൊ എന്റെ വാരിയൽ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ, റൈറ്റ്? അപ്പൊ ഞാൻ ജനിക്കുമ്പോ തന്നെ എന്റെ വാരിയലിന് ദൈവം എവിടെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. കറക്റ്റ് അത് തന്നെ വന്നില്ലെങ്കിൽ പ്രശ്നമുണ്ട്. പിടിയിട്ട് പിടിയിട്ട് അപ്പൊ ഞാൻ പോയി ഏതെങ്കിലും ഒരു വാരിയല് നോക്കുമ്പോ കൊള്ളാം, അത് കൊള്ളാം, ഇതെല്ലാം ഞാൻ ചിന്തിക്കുന്ന എന്റെ ബുദ്ധിയിലാണ്. എല്ലാം ചിന്തിച്ച് ഓക്കെ എന്നെ കൊണ്ട് ഫിറ്റ് ചെയ്തോ കുഴപ്പമില്ല. പക്ഷെ ദൈവം പറഞ്ഞ അതിനകത്തുള്ളതല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ദൈവം എഗ്രി ചെയ്തു നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട, സമാധാനമായിട്ട് ഇരുന്നാൽ മതി. നീ ഇല്ല പ്രാർത്ഥിച്ച് എനിക്കിങ്ങനെ കൺഫ്യൂഷൻ ഇല്ല. മുന്നോട്ട് പോകും. കാരണം ഇങ്ങനത്തെ പലരുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പൊ ആ, അവരെല്ലാരും ഈ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എടാ നിനക്ക് അറിയത്തില്ല, ഞാൻ ഒരുപാട് ദൈവവചനമൊക്കെ പറയുന്നുണ്ട്, അവിടെ എനിക്ക് ആ, വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും അവിടെ ഒരുപാട് മാറി നമ്മൾ ആ, അടുത്തതിന് ശേഷം. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു യൂട്ടേൺ ആണ് ഞാൻ കാണുന്നത് എപ്പോഴും. അതാണ് അതൊക്കെയാണ് നമ്മുടെ ബുദ്ധിയിൽ നിന്നുണ്ടാവുന്നതും ആത്മാവിൽ നിന്ന് വരുന്നതും നമ്മൾ ഡിസൈൻ ചെയ്യണം. കാരണം ഇതിനു വേണ്ടിയിട്ട് ആത്മാവിൽ വളരുന്നവരുണ്ട്. ആ, ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അതായത് ഞാൻ ഒരുപാട് അവളോട് ദൈവവചനം പറഞ്ഞു, അവൾ എന്നെയും ഒരുപാട് ശക്തിപ്പെടുത്തുന്നുണ്ട് ദൈവവചനം പറഞ്ഞ്. അപ്പോൾ ഞാൻ ദൈവത്തോട് കുറെ കൂടെ അടുത്തു, ഇവള് കാരണം അല്ലെങ്കിൽ അവൻ കാരണം ഞാൻ ദൈവത്തോട് ഒരുപാട് അടുത്തു. ഇനി ഇത് പൊളിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത്ര നേരം ഉണ്ടായിരുന്ന അടുപ്പം അതവിടെ വെച്ച് ബ്രേക്കായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു സംഭവം ഞാൻ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. correct. അതൊരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. അത് എനിക്കറിയത്തില്ല അത് എത്രത്തോളം പറ്റുമെന്നുള്ള കാര്യം. അപ്പൊ ഇങ്ങനെയുള്ളവരെ സാത്താനാണോ കൊണ്ടുവരുന്നത്? അല്ല, അങ്ങനെയുള്ളവരെ സാത്താനല്ല കൊണ്ടുവരുന്നത്. പക്ഷെ ആ ഒരു റിലേഷന്റെ ബൗണ്ടറീസ് ഡിഫൈൻ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. ഇവിടെ കിട്ടുന്നോ? ഇപ്പം എനിക്കൊരു നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടാവാം, പക്ഷെ അതിന്റെ ബൗണ്ടറി ഞാൻ ഡിഫൈൻ ചെയ്യാം. എനിക്കറിയാം അതിന്റെ ബൗണ്ടറി എവിടെയാണ്. അതിന്റെ അപ്പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ തിരിച്ച് പുഷ് ചെയ്ത് തിരിച്ചുകൂടെ കൊണ്ട് നിർത്തണം. എന്നിട്ട് അതിനകത്തൊരു ക്ലിയർ സ്റ്റാൻഡ് എടുക്കണം. എനിക്ക് ഈ ബൗണ്ടറി കഴിഞ്ഞ് പോകണമെങ്കിൽ എനിക്ക് എന്റെ ദൈവത്തിന്റെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ വട്ടെവർ പാരന്റ്സ് നമ്മുടെ എന്താന്ന് വെച്ചാൽ എങ്കിലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഗ്യാരണ്ടി തരാം, 80% ആൾക്കാർ പെണ്ണോ ആണോ അവിടെ വെച്ച് നിർത്തും, മുന്നോട്ട് പോകത്തില്ല. അങ്ങനെ ഒരു ടോക്ക് നിങ്ങൾ അങ്ങനെ ഒരു സംസാരം സംസാരിച്ചാൽ 80% ആൾക്കാർ
അവിടെ വെച്ച് നിർത്തിയിട്ടു. കാരണം അപ്പുറത്തെ സൈഡില് ഇതിനെ പിടിച്ചു വെച്ച് കുറെ നാൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അടുത്ത ലെവലിലോട്ട് പോയേ പറ്റൂ. അപ്പം അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ. ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ ഒരു ഹെൽത്തി ആയിട്ട് തന്നെ റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഹെൽത്തി റിലേഷൻ, നോ പ്രോബ്ലം. അതിന്റെ ബൗണ്ടറി ഓവർകം ഇതാവല്. ബൗണ്ടറി എന്ന് പറയുന്നത് അത് ആഫ്റ്റർ മാരേജിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. അത് ഒരിക്കലും നമ്മൾ വേറെ രീതിയിലോട്ട് പോവല്. ആര് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും. ഓക്കെ സർ. ഓക്കെ, ഓക്കെ ഓക്കെ ഒത്തിരി ഇൻഫർമേഷൻ കിട്ടിയല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ മക്കളെ. അടുത്ത ആഴ്ച കാണാം. ഓക്കെ സർ. ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്. സംസ, ബെൻസ, എല്ലാവർക്കും ബൈ. Good night. ഓക്കെ Good night. ബൈ ബൈ ഗുഡ് ബൈ. നൈറ്റ്.